ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ നിസ്കാരത്തിന് ശേഷം നിർബന്ധമായും 4 ഫിത്നകളെ തൊട്ട് ദുആ ചെയ്തോളണം, കാവലിനെ തേടിക്കൊള്ളണം, നിർബന്ധമായും. അത് നമ്മൾ സുമാറെന്ന് പറഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരത്തിൽ അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് വഅലി മുഹമ്മദ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വസല്ലം അങ്ങനെ നിസ്കാരമില്ല. നിസ്കാരത്തെ ഷോർട്ടാക്കാൻ നമുക്ക് ആരവകാശം തന്നു? ഏതടിസ്ഥാനത്തിൽ നമ്മൾ നിസ്കാരത്തെ ഷോർട്ടാക്കിയത്? നമുക്ക് എന്താണ് അധികാരം നിസ്കാരം ഷോർട്ടാക്കാൻ? അത്തഹിയാത്ത് ഷോർട്ടാക്കാൻ, സ്വലാത്ത് ഷോർട്ടാക്കാൻ നമുക്ക് എന്താണ് അവകാശം? നാം സുന്നത്ത് നിസ്കാരം പകുതിയാക്കി ചുരുക്കിയത് എന്തിൻ്റെ പേരിലാണ്? എന്തടിസ്ഥാനത്തിലാണ്? അതൊരു തരം ബിദ്അത്ത് അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഫർദ് നിസ്കാരത്തേക്കാൾ നാം സൂക്ഷിക്കേണ്ടത് സുന്നത്ത് നിസ്കാരമല്ലേ? ഫർദ് നിസ്കാരം ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കുമ്പോൾ ഒരു പരിമിതിയുണ്ട് നമ്മുടെ ഓരോ കാര്യത്തിനും. കാരണം ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചിരിക്കുന്നത് തുടരാനാണ്. അപ്പോൾ ഇമാമ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹുവിനോട് കുറച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് തോന്നുന്ന നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരമാണ്. ആ സുന്നത്ത് നിസ്കാരം നാം വെട്ടിച്ചുരുക്കിയില്ലേ? തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും വാഹകരായ നമ്മൾ പോലും സുന്നത്ത് നിസ്കാരത്തെ വെട്ടിച്ചുരുക്കിയില്ലേ? നാം ഫർദ് നിസ്കാരത്തിൽ ഓതുന്ന അത്തഹിയാത്ത് അതിൻ്റെ ഡബിളല്ലേ യഥാർത്ഥത്തിൽ സുന്നത്ത് നിസ്കാരത്തിൽ ഓതേണ്ടത്? അത് നാം വെട്ടിച്ചുരുക്കി അല്ലാഹു സ്വല്ലയിൽ നിർത്തിയില്ലേ? ഈ ബിദ്അത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരാണ് നിസ്കാരം ചുരുക്കിയത്? ഫർദ് നിസ്കാരത്തിൽ ഇമാം ഓതുന്ന ഖിറാഅത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഖിറാഅത്ത് ഓതാൻ സൗകര്യം സുന്നത്ത് നിസ്കാരത്തിലല്ലേ? എന്നിട്ട് നാം 1.5 മിനിറ്റ് കൊണ്ട് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് തീർക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ട് നാം ഇഫ്തിതാഹിൻ്റെ ദുആ സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്നില്ല? ആ സുന്നത്തിനെ കൊന്നത് ആരാണ്? സുന്നത്ത് നിസ്കാരത്തിൽ എന്തേ ഇഫ്തിതാഹിൻ്റെ ദുആ ഓതാത്തത്? അത്തഹിയാത്ത് ഷോർട്ടാക്കിയത്, സലാത്ത് ഷോർട്ടാക്കിയത് ആരാണ് ചെയ്തത്? സുന്നത്തിൻ്റെ വാഹകരായ നമ്മൾ പോലും ആ രീതിക്കാരാണെങ്കിൽ പിന്നെ സുന്നത്ത് എന്താണെന്ന് അറിയാത്ത സമൂഹത്തിൻ്റെ കഥ എന്ത് പറയാനാണ്? ഇഫ്തിതാഹിൻ്റെ ദുആ നാം ഷോർട്ടാക്കിയില്ലേ? ഒരു വജ്ഹത്തിൽ ഒതുക്കിയില്ലേ നാം? എൻ്റെ ആ 10-12 ദുആകൾ വിശദമായിട്ട് പഠിച്ചിട്ട് ഉടമസ്ഥനായ റബ്ബിനോട് സംഭാഷണം നടത്താൻ നമുക്ക് കഴിയാതെ പോയി. വജ്ഹത്ത് പോലും പകുതിയല്ലേ നമ്മൾ ഓതിയ? പകുതി നമ്മൾ കട്ടില്ലേ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ അസ്സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, അല്ലെങ്കിൽ വഅന മിനൽ മുസ്ലിമീൻ, വഅന അവ്വലുൽ മുസ്ലിമീൻ. അത് അടിസ്ഥാനം. തീർന്നില്ല. നമ്മളെ ജീവിതത്തിലാകെ പഠിച്ചതാണ്. ജീവിതത്തിലാകെ അള്ളാഹിനോട് പറയാൻ പഠിച്ചു വെച്ച ആകെ വാക്കതാണ്. അതിൻ്റെ അർത്ഥവും അറിയില്ല. കാണാണ്ട് പഠിച്ച അത്തമ്മേ പൂച്ച. ബാക്കി اللهم أنت الملك لا إله إلا أنت سبحانك وبحمدك أنت ربي وأنا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك والخير كله بيديك والشر ليس إليك المهدي من هديت أنا بك وإليك لا منجأ ولا ملجأ منك إلا إليك تباركت وتعاليت أستغفرك وأتوب إليك. ഇതല്ലേ വജ്ഹത്തുനെ പൂർണ്ണമായത്? അത് പകുതിയാക്കിയത് ആരാണ് പകുതിയാക്കിയത്? സുന്നത്തുകൊണ്ട് കളിക്കുന്ന നമ്മൾ പോലും അത് പകുതിയാക്കിയില്ലേ? എന്നിട്ട് നമ്മളെ മറ്റുള്ള ആളെ ഖുറാഫി എന്ന് വിളിക്കും. നമ്മൾ ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ഖുറാഫികൾ നമ്മളല്ലേ? കാരണം നമ്മളാണല്ലോ സുന്നത്തിൻ്റെ വാഹകർ. എന്നിട്ട് നമ്മളിതിനെ പകുതിയാക്കിയാൽ പിന്നെ സുന്നത്ത് എന്താണെന്ന് അറിയാത്തവൻ പകുതിയാക്കിയാലും കുറ്റം, മൂക്കില്ലാത്തവൻ മുറിമൂക്കിനെ കളിയാക്കുന്ന രീതിയല്ലേ നമ്മൾ സ്വീകരിച്ചത്? മൂക്കില്ലാത്തവൻ ഓൾറെഡി മൂക്കില്ലാത്തവർ, നമുക്ക് അരമൂക്കെങ്കിലും ഉണ്ടല്ലോ. ഇതാണ് കാര്യം. അള്ളാഹുവിനോട് സംഭാഷണം നടത്താൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴല്ലേ സാധിക്കുക? അത് നമ്മൾ വെട്ടിച്ചുരുക്കി കൊളാക്കിയില്ലേ? എന്നിട്ട് ആർക്ക് വേണ്ടി? അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ഒരു സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമുക്ക് എന്താണ് അള്ളാഹുവായിട്ട് ബന്ധം? രാത്രി എഴുന്നേൽക്കാമായിരുന്നില്ലേ? ഒരു 3 മണിക്ക്? 4:25 സുബഹി. ഒരു 3:25 ചുരുങ്ങിയത് എഴുന്നേറ്റാൽ ഉളു ഉണ്ടാക്കി കുളിച്ച് റാഹത്തായി തുണിങ്ങുപ്പായൊക്കെ ഇട്ട് സൂട്ടും കോട്ടൊക്കെ ഇട്ട് അപ്പം ഭാര്യ ചോദിക്കും, ഈ പായിരൊക്കെ എങ്ങോട്ടാ സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട്? ഞാൻ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഭാര്യയ്ക്കും തോന്നും, ഓ അള്ളാഹിനോട് അങ്ങനെയാ പറയാം. നമ്മളെന്താ ചെയ്തത്? മാറ്റുന്ന തുണി കൊടുത്തിട്ടല്ലേ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് പോയത്? ഉളുപ്പുണ്ടോ സുഹൃത്തുക്കളെ നമുക്ക് സുന്നത്തിന്റെ കാര്യം പറയാൻ? ഓഫീസിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കുളിച്ച് പാന്റും കോട്ടും ഇട്ടിട്ട് കഴുത്തിലൊരു കോണോലും കെട്ടിട്ട് പോകുന്ന നാം മാറ്റുന്ന തുണി കൊടുത്തിട്ടല്ലേ അള്ളാഹിന്റെ മുമ്പിലേക്ക് പോയത്? സുബഹിക്ക് അല്ലേ? ഉറങ്ങുമ്പോൾ കിടക്കുന്ന ടീഷർട്ടും മാറ്റം കൊടുത്തിട്ടല്ലേ പള്ളിയിലേക്ക് പോയത്? നമുക്ക് എന്ത് യോഗ്യതയാണ് ദീൻ ഇസ്ലാമിനെ പറ്റി പറയാൻ?
ഇസ്ലാമിനെ പറ്റി ഇച്ചിരിയെങ്കിലും അറിയുന്ന നമ്മൾ അങ്ങനെയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മൂക്കില്ലാത്തവൻ്റെ കഥ എന്താണ്? എന്നിട്ട് നമ്മൾ മൂക്കില്ലാത്തവൻ്റെ കുറ്റം പറഞ്ഞാണ്. മൈക്ക് കിട്ടിയിട്ട് മുഖാമുഖം മൂക്കില്ലാത്തവൻ്റെ കുറ്റം പറയാനേ, ആരെ മൂക്കാൻ? ഇല്ല ഇല്ല, ഈ ഉമ്മത്ത് രക്ഷപ്പെടുകയില്ല. ഇല്ല ബിമാ സലുഹ ബിഹി അവ്വലുഹ ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ അവസാനത്തുള്ളവർ രക്ഷപ്പെടുകയില്ല. പൂർവികന്മാര്, ഒന്നാം തലമുറക്കാര് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണോ അതുകൊണ്ടല്ലാതെ പുതിയ ഒരു പരിപാടി കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ സമുദായം. പൂർണ്ണമായിട്ടും മടങ്ങുക അങ്ങോട്ട്, പൂർണ്ണമായി. അതുകൊണ്ട് തന്നെ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ്, അല്ലെങ്കിൽ 3:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറ്റ്, പുതിയ ഇസ്തിരി ഇട്ട ഡ്രസ്സ് എടുക്കും. എന്ത് രസമാണ്! എങ്ങോട്ടാ? ഭാര്യ ചോദിക്കും, ഈ പായിലാക്കി എങ്ങോട്ടാ വിനാന്തം പോകണം? ഞാൻ എങ്ങോട്ടും അല്ല, എൻ്റെ അള്ളാഹുവിനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാം. ഞാൻ അതിനെ കൂട്ടും ചോട്ടും. അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പിന്നെ ആരുടെ മുമ്പിലാണ് ഞാൻ അണിഞ്ഞൊരുങ്ങേണ്ടത്? ചോദിക്കും ഭാര്യയോട്. എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പിന്നെ ആരുടെ മുമ്പിലാണ് ഞാൻ അണിഞ്ഞൊരുങ്ങേണ്ടത്? ഈ നശിച്ച ദുനിയാവിൻ്റെ മുമ്പിലോ, ഈ നാശം പേറുന്ന ദുനിയാവിൻ്റെ ആൾക്കാരുടെ മുമ്പിലോ? ഞാൻ അണിഞ്ഞൊരുങ്ങേണ്ടത് എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടി. അതുകൊണ്ട് നീയും അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സ് എടുത്തെടുക്കുക, നല്ല മക്കനെടുത്തിടേ. ബാ, നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കാം. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിൻ വലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിൻ വലക്കൽ ഹംദ് അൻത മലിക്കുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിൻ വലക്കൽ ഹംദ് അൻതൽ ഹഖ് വവഅദുക ഹഖ് വഖൗലുക ഹഖ് വലിഖാഉക ഹഖ് വൽജന്നത്തു ഹഖ് വന്നാറു ഹഖ് വസ്സാഅതു ഹഖ് വന്നബിയ്യൂന ഹഖ് വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖ്. اللهم لك أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خاصمت وإليك حكمت أنت ربنا وإليك المصير فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني أنت المقدم وأنت المؤخر أنت إلهي لا إله إلا أنت വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്. എന്തൊരു നല്ല സംഭാഷണമാണ് അല്ലേ? ഒരു നൂറ്റാണ്ട് കാലമായില്ലേ നവോത്ഥാനം കൊണ്ട് നടക്കുന്ന നമ്മൾ? ഒരു ദുആയെങ്കിലും പഠിക്കാൻ ഇതിലൊരു 100 കൊല്ലം കൊണ്ട് ഒരു ദുആയെങ്കിലും അല്ലാഹുവിനോട് സംസാരിക്കുക. നാം പണ്ടേ മനപ്പാഠം പഠിച്ച, മദ്രസയിൽ നിന്ന് മനപ്പാഠം പഠിച്ച ആഫ് വജ്ജത്തും കൊണ്ട് നടക്കുകയല്ലേ ഇപ്പോഴും അല്ലേ? ഒന്ന് മെനക്കെടാമായിരുന്നില്ലേ? എൻ്റെ അള്ളാഹിനോട് സംസാരിക്കാൻ പറ്റിയ വാക്കുകൾ, എൻ്റെ ഹബീബിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ ഞാൻ പഠിക്കണം. എന്നിട്ട് രാത്രി എന്നിട്ട് എനിക്ക് അള്ളാഹിനോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ. കുളിച്ച് അണിഞ്ഞൊരുങ്ങി കുപ്പായിലെടുത്തിട്ട് തുണി റെഡിയായി മടിയിൽ വാർന്ന് അത്രയൊക്കെ പൂശി മുസല്ല. അല്ലാഹു അക്ബർ. ഇതാണ് മുഅ്മിൻ. അവനിക്ക് മുവഹിദാകാൻ പറ്റൂ സഹോദരന്മാരെ. അല്ലാത്തവർക്ക് ആർക്കാണ് മുവഹിദാകാൻ പറ്റുക? അല്ലാത്തവർക്ക് മുവഹിദ് എന്ന് പറയുന്നത് ഒരുതരം അപമാനമല്ലേ? ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിനെ മുന്നിൽ കണ്ട് അവനെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് എന്ത് തൗഹീദാണ്? എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഇല്ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. രാത്രി 2 മണി കഴിഞ്ഞാൽ അള്ളാഹു 1-ാം ആകാശത്തിൽ വരും. നമ്മുടെ ജോലി എന്താ? വരുന്ന അള്ളാഹുവിനെ ഒന്ന് ഉപയോഗപ്പെടുത്തലല്ല. പിന്നെ അള്ളാഹ് എങ്ങനെയാ വരല്? കാലുകൊണ്ടാണോ കൈകൊണ്ടാണോ? ഇതൊക്കെ നമ്മുടെ ജോലി. നമ്മൾ സ്റ്റേജ് കെട്ടിയിട്ട് ആൾക്കാരെയും കൂട്ടിയിട്ട് നമ്മളെ പരിപാടി അങ്ങനെയാണ് ഇറങ്ങുന്ന രീതി. ഇത് എൻ്റെ പൊന്നിയും കതിമാരെ, ആപ്പിളിനെ പറ്റി കൂടുതൽ പ്രസംഗിച്ചിട്ട് എന്താ? ഒരു ശാസ്ത്രജ്ഞൻ വന്നിട്ട് 2 മണിക്കൂർ പ്രസംഗിച്ച് ആപ്പിളിന് അങ്ങനെയുണ്ട്, ആപ്പിളിന് ഇങ്ങനെയുണ്ട്. ഒരു പിടി എന്ത് ചെയ്തു? പോയി ജോലി നോക്ക്, ഞാൻ പോയിട്ട് 1 കിലോ ആപ്പിൾ വാങ്ങി തിന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയാൽ ഓൻ കാര്യം നേടി. ഇങ്ങനെ പ്രസംഗം കേട്ടവനും പ്രസംഗിച്ചവനും പറഞ്ഞിട്ട് പോയിട്ട് കിടന്നുറങ്ങും. മറ്റൊരു 1 കിലോ ആപ്പിൾ വാങ്ങിയിട്ട് ഉടൻ തന്നെ പോയിട്ട് കഷ്ടം തിന്നിട്ടാൽ ഇവൻ 2 മണിക്കൂർ പ്രസംഗിച്ചനുസരിച്ച് ഓൻ അമൽ ചെയ്ത് 10 മിനിറ്റ്. അത്രയും ഉണ്ട്. നമ്മളത്രയും ഉണ്ടുള്ളൂ. നമ്മൾ ഈ തത്വപ്രസംഗം കേട്ട് 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 നമ്മളൊന്നും അല്ലാണ്ടായി. ഇനിയെങ്കിലും നാം ഒന്ന് അമൽ ചെയ്യാൻ തുടങ്ങി. ഈമാൻ അനുസരിച്ച് അള്ളാഹുവിനെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കാൻ തുടങ്ങി. അള്ളാഹുവിനോട് സംസാരിക്കാൻ അവസരമുണ്ടാക്കി. എൻ്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ആദരവുകൾ, അള്ളാഹുവിൻ്റെ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ആദരവ്, അംഗീകാരം ഈ രീതിയിൽ അള്ളാഹ് പ്രകടിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാം തെറ്റിദ്ധരിക്കരുത് നമ്മുടെ സാമർഥ്യം കൊണ്ട് നടന്നു. ഇല്ല, അള്ളാഹ് നമ്മളെ പരിഗണിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി.
ഒരു കച്ചവടക്കാരൻ അല്ലാഹു തആല അമാനത്ത് എന്നെ ഏൽപ്പിച്ച് എന്നെ പരിഗണിച്ചിരിക്കുക, എൻ്റെ ഖിലാഫത്തിനെ അല്ലാഹു പരിഗണിച്ചിരിക്കുക. ഈ കാര്യത്തിൽ ഒരിടപെടൽ, എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കി ഇനി ഒന്നും ജീവിക്കട്ടെ. ഇല്ല, നിന്റെ ജീവിതം ഇത് തന്നെയാണ്. ഇത് നിന്നെ ഏൽപ്പിച്ച അമാനത്താ. ആ അമാനത്ത് തിരിച്ചേൽപ്പിക്കുന്നവരെയും നീ ജോലി തുടരണം. ഇല്ലെങ്കിൽ അല്ലാഹു തആല ചിലപ്പോൾ നിന്നെ പരീക്ഷിച്ചെന്ന് വരും. ഓരോ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരും അതാത് കാര്യം നിർവഹിക്കേണ്ടത് അങ്ങനെയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ സകല കാര്യത്തിലും മനുഷ്യന്റെ ഇടപെടലുകളെ അല്ലാഹു തആല പരിഗണിക്കുന്നതിന് അടിസ്ഥാനപരമായി അല്ലാഹു നിശ്ചയിച്ച യോഗ്യത എന്താണ്? ഏത് യോഗ്യതയുള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹുവിൻ്റെ നിർമ്മാണ പ്രക്രിയകളിൽ മനുഷ്യന്റെ ഇടപെടലുകളെ അള്ളാഹ് പരിഗണിക്കുന്നത് ഏത് യോഗ്യത അനുസരിച്ചാണ്? ആർക്കാണ് ആ പരിഗണന അള്ളാഹു നൽകുക? അതിന് അള്ളാഹു വെച്ച വ്യവസ്ഥിതി എന്താണ്? അതുകൂടി പറഞ്ഞാലേ മറ്റത് പറഞ്ഞാൽ പൂർത്തിയാവും. ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹു ഇതിന് വെച്ചിരിക്കുന്ന യോഗ്യത ഇൻസാനിയത്താണ്, ഒരു മനുഷ്യനായിരിക്കുക എന്ന വ്യവസ്ഥ മാത്രമാണ്. അത് ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനിയായാലും ശരി, ജൂതനായാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി, ഫാസിസ്റ്റുകളായാലും ശരി, സയണിസ്റ്റുകളായാലും ശരി, ഏത് ഇസക്കാരനായിരുന്നാലും ശരി, അള്ളാനെ ചീത്ത പറയുന്നവനായാലും ശരി, അള്ളാനെ അംഗീകരിക്കുന്നവനായാലും ശരി, അള്ളാൻ്റെ ഒന്നിച്ച് ഒരാൾ, അള്ളാൻ്റെ ഒന്നിച്ച് രണ്ടാൾ, അള്ളാൻ്റെ ഒന്നിച്ച് മൂന്നാൾ, അള്ളാൻ്റെ ഒന്നിച്ച് കുറേ ആൾ, അള്ളാൻ്റെ ഒന്നിച്ച് ജിന്ന്, അള്ളാൻ്റെ ഒന്നിച്ച് മലക്ക്, അള്ളാൻ്റെ ഒന്നിച്ച് വലിയ്, അള്ളാൻ്റെ ഒന്നിച്ച്, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അള്ളാഹുവിനെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹുവിനെ പറ്റി പഠിക്കുന്ന ആരായിരുന്നാലും ശരി, ആദമിൻ്റെ സന്തതിയായിട്ട് ജനിച്ചിട്ടുണ്ടോ അവനിക്ക് അള്ളാഹു തആല ഖിലാഫത്ത് എന്ന സൗഭാഗ്യം നൽകിയിരിക്കും. അതിന് വേറൊരു വ്യവസ്ഥ അള്ളാഹു തആല വെച്ചിട്ടില്ല, ഒരു നിബന്ധനയും അള്ളാഹു തആല ആക്കില്ല. ഒരു മനുഷ്യനെ ഖലീഫയാക്കാൻ അള്ളാഹു തആല വേറെ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ഏത് മതക്കാരനായാലും അള്ളാഹു തആല കാര്യം പരിഗണിക്കും. ഒരു കർഷകൻ്റെ കാര്യം എടുക്കും. ഒരു പക്ഷേ യേശുവിൻ്റെ നാമത്തിലായിരിക്കും ഒരു കർഷകൻ കൃഷി ചെയ്യുന്നുണ്ടാകുക, പക്ഷെ ആ കൃഷിയുടെ കാര്യത്തിലും അള്ളാഹു ഇടപെട്ടിരിക്കും. ഉസൈറിൻ്റെ നാമത്തിലായിരിക്കും ഒരു ജൂതൻ കൃഷി ചെയ്യുന്നുണ്ടാകുക, പക്ഷെ ആ കൃഷിയുടെ കാര്യത്തിലും അള്ളാഹു ഇടപെട്ടിരിക്കും. ഏതെങ്കിലും ജാറത്തിലെ തങ്ങളെ പേരിലായിരിക്കും ഒരാൾ കൃഷി ചെയ്യുന്നുണ്ടാകുക, ആ കാര്യത്തിലും അള്ളാഹു ഇടപെട്ടിരിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹു ഇടപെടുന്നത്? ഇവൻ ആ കാര്യത്തിൽ സ്വീകരിച്ച ആദർശം എന്താണെന്ന് അള്ളാഹു നോക്കുന്നില്ല. മനുഷ്യൻ്റെ ആവശ്യത്തെ മാത്രമേ ഈ കാര്യത്തിൽ അള്ളാഹു പരിഗണിക്കുന്നുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ട് നിക്കാഹ് കഴിക്കും ഒരു മുസ്ലിം, അവനിക്കും മക്കളെ അള്ളാഹു തആല കൊടുക്കും. ശ്രീരാമൻ്റെ പേരിൽ കല്യാണം കഴിക്കുന്ന ഹിന്ദുവിനോ അവനിക്കും മക്കളെ അള്ളാഹു കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനിക്കോ അവനിക്കും മക്കളെ അള്ളാഹു കൊടുക്കും. ജാറത്തിലെ തങ്ങളെ പേരിൽ കല്യാണം കഴിക്കുന്ന അജ്മീറിലോ ഉള്ളാത്തൊക്കെ പറ്റി കല്യാണം കഴിക്കുന്നവരുണ്ട്, അവർക്കും അള്ളാഹു തആല മക്കളെ കൊടുക്കും. നിരീശ്വരവാദി, സ്വന്തം ആരോഗ്യത്തിനും സ്വന്തം പണത്തിനും വിശ്വസിക്കുന്ന നിരീശ്വരവാദി, അവനും കല്യാണം കഴിക്കുന്നു പാർട്ടി ഓഫീസിൽ മാലയിട്ടിട്ട്, ഓനിക്കും അള്ളാഹു മക്കളെ കൊടുക്കും. മക്കളെ കൊടുക്കാൻ അള്ളാഹു സ്വീകരിക്കുന്ന മാനദണ്ഡം മനുഷ്യൻ ആയിരിക്കുക എന്ന് മാത്രമാണ്. ആദർശവാദി ഇരിക്കുക എന്നുള്ളത് അള്ളാഹു തആല ചേർത്ത് വെച്ചിട്ടില്ല. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അപ്പോൾ മനുഷ്യർക്ക് ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ അള്ളാഹു നൽകിയ യോഗ്യതയാണ് ഖിലാഫത്ത്. അപ്പൊ മനുഷ്യൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇടപെടും. ചിലർ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കും, ചിലർ അള്ളാഹു അല്ലാത്ത ശക്തികൾ ഇടപെടിപ്പിക്കും, ചിലർ അള്ളാഹു അല്ലാത്ത വ്യക്തികൾ ഇടപെടിപ്പിക്കും, ചിലർ അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ ഇടപെടിപ്പിക്കും, ചിലർ അള്ളാഹു അല്ലാത്ത സമ്പത്തിനെ ഇടപെടിപ്പിക്കും, ചിലർ അള്ളാഹു അല്ലാതെ അധികാരത്തെ ഇടപെടിപ്പിക്കും, ചിലർ അള്ളാഹു അല്ലാതെ ആരോഗ്യത്തെ ഇടപെടിപ്പിക്കും, ചിലർ അള്ളാഹു അല്ലാതെ സൗന്ദര്യത്തെ ഇടപെടിപ്പിക്കും. ആരെയും എന്തിനേയും ഇടപെടിപ്പിച്ചാലും ശരി, മനുഷ്യൻ ആവശ്യങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു ഇടപെടുന്നതാണ്. നീ ഇന്നാളെ വിളിച്ചിട്ടല്ലേ ദ്വാര ചെയ്തത്, അവിടെ നിനക്കില്ല എന്ന് അള്ളാഹു ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണല്ലോ കണ്ണൂക്കാരനായ മൊയ്തുവാജി ആൺകുഞ്ഞുണ്ടാവാതെ ബുദ്ധിമുട്ടിയപ്പോൾ ആരോ പറഞ്ഞു ഗുരുവായൂർ ചന്ദ്രൻ തുലാഭാരം കൊടുത്താൽ മതിയെന്ന്. മൊയ്തുവാജി തുലാഭാരം കൊടുക്കാൻ നേർച്ചയാക്കി. പിറ്റത്തെ കൊല്ലം തന്നെ ആൺകുട്ടിനെ കൊടുത്തു അള്ളാഹു തആല. അയാൾ തുലാഭാരം കൊണ്ട് കൊടുത്തു പഞ്ചസാര. ഇവിടെ എന്താണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്? നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിച്ചാലും ശരി, യേശുവിനെ വിളിച്ചാലും ശരി, ഉസൈറിനെ വിളിച്ചാലും ശരി, ജാറത്തിലെ തങ്ങളെ വിളിച്ചാലും ശരി, നിങ്ങൾ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എങ്കിൽ അള്ളാഹു ആ വിളി കേട്ടിരിക്കും. ആ ആവശ്യം നിങ്ങൾക്ക് അള്ളാഹു പൂർത്തിയാക്കി തന്നിരിക്കും. പക്ഷേ ആദർശം പരിഗണിക്കുന്ന നാളിലെത്തിയാൽ ഈ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ചതിനെ പറ്റി അള്ളാഹു ചോദ്യം ചെയ്യുകയും ചെയ്യും. ആവശ്യം മുടക്കിക്കളയില്ല. ആവശ്യം അള്ളാഹു തആല മുടക്കിക്കളയില്ല. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. ആവശ്യം അള്ളാഹു മുടക്കിക്കളയില്ല. ജൂതനായാലും മുടക്കിക്കളയില്ല, ക്രിസ്ത്യാനിയായാലും മുടക്കിക്കളയില്ല.
എല്ലാവർക്കും ആരായാലും ശരി, അച്യുതാനന്ദനായാലും ശരി, ഉമ്മൻചാണ്ടി ആയാലും ശരി, കുഞ്ഞാലിക്കുട്ടി ആയാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യത്തിൽ ഇടപെട്ടിരിക്കും. അവർ ഇടപെടുന്ന കാര്യത്തിൽ അള്ളാഹു സഹായിച്ചിരിക്കും. അത് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ വായതയാണ്. എന്തുകൊണ്ട്? ഖാലിഖുല്ലി ജമീഇൽ മഖ്ലൂഖാത്ത് അല്ലാഹ്, റാസിഖുല്ലി ജമീഇൽ മർസൂഖാത്ത് അല്ലാഹ്. നമ്മുടെ അക്കീദ. സകല ജീവികളെയും നിർമ്മിച്ചത് അള്ളാഹുവാൻ, സകല ജീവികൾക്കും അന്നം നൽകുന്നവനും അള്ളാഹുവാൻ. ആരെ വിളിച്ചാലും ശരി, വിളിച്ചില്ലെങ്കിലും ശരി. ഇബ്രാഹിം നബിക്ക് അന്നം കൊടുത്തതും അള്ളാഹുവാൻ, നമ്രൂദിന് അന്നം കൊടുത്തതും അള്ളാഹുവാൻ, മൂസാ നബിക്ക് അന്നം കൊടുത്തതും അള്ളാഹുവാൻ, ഫിറൗൻ അന്നം കൊടുത്തതും അള്ളാഹുവാൻ, മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അന്നം കൊടുത്തതും അള്ളാഹുവാൻ, അബൂജഹലിന് അന്നം കൊടുത്തതും അള്ളാഹുവാൻ. ഏത് കാര്യത്തിൽ നോക്കിക്കോളും നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാളെ പറ്റുകയുള്ളൂ എന്ന് വ്യവസ്ഥ വെച്ചിട്ടില്ല. രാജ്യം ഭരിക്കാൻ മതേതരത്വക്കാർ ഭരിക്കുമ്പോൾ അവരെയും സഹായിക്കുമല്ല, മതാധിപത്യക്കാർ ഭരിച്ചാൽ അവരെയും സഹായിക്കുമല്ല, ക്രിസ്ത്യാനി ഭരിച്ചാൽ അവരെയും സഹായിക്കുമല്ല. ഏത് വിഷയത്തിൽ? മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ. അപ്പൊ പിന്നെ ആദർശം പിന്നെ എന്തിനുള്ളതാണ്? വല്ലാഹി ആദർശം ആഖിറത്തിൽ ജയിക്കാനുള്ളതാണ്. വല്ലാഹി ആഖിറത്തിൽ ജയിക്കാനുള്ളതാണ് ആദർശം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരിൻ. ആദർശം സ്വീകരിക്കാത്തവനെ പറ്റി അല്ലാഹ് പറഞ്ഞത് എന്താ? അവൻ ആഖിറത്തിൽ പരാജയപ്പെട്ടവനാണ്. അത് നമുക്ക് ഹിദായത്തുമായി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആ ചർച്ച ചെയ്യാം. ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യങ്ങളെ അല്ലാഹ് പരിഗണിക്കുന്നത് ഖിലാഫത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൂതനും മജൂസിയും എല്ലാവരും ഈ വിഷയത്തിൽ അള്ളാഹു ഖിലാഫത്ത് നൽകി ആദരിച്ചവരാണ്. എന്ന് വെച്ചാൽ ഇവർ ആവശ്യങ്ങളെ അള്ളാഹു തആല പരിഗണിക്കുന്നു അവരവരുടെ ഇടപെടലുകൾ വെച്ചുകൊണ്ട്. ഈ ഇടപെടലുകളെ ആദർശവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യാൻ. അവിടെ ഹിദായത്ത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണത്. ഖിലാഫത്തിന് അനുബന്ധമായിട്ട് വരുന്നത് ഹിദായത്താണ്. ഹിദായത്ത് ചർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ വേർതിരിവ് മനസ്സിലാവും. അവിടെ നേരത്തെ ചോദിച്ചത് ഖിലാഫത്തിന്റെയും ഹിദായത്തിനിടയിൽ വ്യത്യാസം എന്താണ് ചർച്ച ചോദിക്കാൻ കാരണം അതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നമ്മൾ തൗഹീദിന്റെ പ്രബോധകന്മാർ ചിലപ്പോൾ വീർപ്പ് കൂട്ടി പോകാറുണ്ട്. ജാറത്തിലെ തങ്ങളടുത്ത് പോയപ്പോൾ കാര്യങ്ങൾ നടന്നല്ലോ മൗലവി സാഹിബ്, അപ്പൊ സംതിങ് എന്തോ ഇല്ലേ? ഒന്നുമില്ല. അല്ലാഹു തആല ഇടപെട്ടു, കാര്യങ്ങൾ നടത്തിക്കൊടുത്തു. അപ്പൊ ജാറത്തിലെ തങ്ങളടുത്ത് പോയാലും അല്ലാഹു തആല ഇടപെടുമോ? തീർച്ച. ആവശ്യങ്ങളെയാണ് അല്ലാഹു തആല പരിഗണിക്കുന്നത്. അത് മനുഷ്യനുള്ള ആദരവാണ്. യേശുവിനോട് ചോദിക്കുന്നവനിക്കും അല്ലാഹു കൊടുക്കുന്നു, ഉസൈറിനോട് ചോദിക്കുന്നവനിക്കും അല്ലാഹു കൊടുക്കുന്നു, ബിംബങ്ങളോട് ചോദിക്കുന്നവനിക്കും അല്ലാഹു കൊടുക്കുന്നു, എനിക്ക് സാധിക്കുമെന്ന് പറയുന്നവനിക്കും അല്ലാഹു കൊടുക്കുന്നു, ഞാൻ നടത്തുമെന്ന് പറയുന്നവനിക്കും അല്ലാഹു ചെയ്തു കൊടുക്കുന്നു. കാരണം എന്താ? മനുഷ്യന്റെ ആവശ്യങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ആദർശം പരിഗണിക്കാറില്ല. ആവശ്യം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അള്ളാഹു ആദർശം പരിഗണിക്കാറില്ല. മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹ് ആമായ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഖിലാഫത്ത് എന്ന സൗഭാഗ്യം, ഖിലാഫത്ത് എന്ന ഔദാര്യം, അഥവാ കാര്യങ്ങളിൽ അള്ളാഹു മനുഷ്യന്റെ ഇടപെടലിനെ പരിഗണിക്കുക എന്ന ആ ബഹുമാനം ആമായ നിലക്ക് മനുഷ്യരാശിക്ക് മുഴുവനും വെച്ചതാണ് അല്ലാഹു തആല. അതിന് പ്രത്യേകമായ ഒരു വ്യവസ്ഥയും അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടില്ല. ഈ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ആഖിറത്തിലെത്തുമ്പോൾ അല്ലാഹു ആദർശം പരിഗണിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യുക. ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ സ്വീകരിച്ച വഴിയെപ്പറ്റി ചോദ്യം നാളെ ഉണ്ടാവുള്ളൂ, ഇന്നുണ്ടാവില്ല. അല്ലാഹു പറഞ്ഞില്ലേ, الذين آمنوا والذين هادوا والمجوس والنصارى والصابئين والذين أشركوا إن الله يفصل بينهم يوم القيامة. അവിടെ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസാനിയത്തിനെ അല്ല പരിഗണിക്കുക, ഇസ്ലാമിയത്തിനെയാണ് പരിഗണിക്കുക. എന്ത് പറഞ്ഞു അല്ലാഹ്? അല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ, മുവഹിദുകൾ. എന്താണ് മുസ്ലിമും മുഅ്മിനും നമ്മുടെ വ്യത്യാസം? നമ്മളെ ഭാഷയിൽ മുസ്ലിം മുഅ്മിൻ രണ്ടാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവർ. നമ്മുടെ നാടൻ ഭാഷയിൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുകയും ചെയ്യുന്നവർ. വേണമെങ്കിൽ അതിന് OBC എന്ന് പറയാം. OBC കേട്ടിട്ടില്ലേ? അങ്ങനെ പരിചയപ്പെടുത്താൻ നല്ല വാക്കതാണ് OBC കൂട്ടം. അതാരാണ്? അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, പക്ഷെ അള്ളാഹു അല്ലാത്തവരെയാണ് പ്രശ്നത്തിൽ ആശ്രയിക്കാറ്. മുഅ്മിനുകൾ, മുവഹിദുകൾ ആരാ?
അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹിനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവർ അവർ മുവഹ്ഹിദുകൾ. ഏത് കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും, A to Z മുഴുവൻ കാര്യത്തിലും അള്ളാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കരുതോ, ബഹുമാനപ്പെട്ട ഖൗലത്ത് ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹ സഹാബി സ്ത്രീയാണ്, ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അൻസാരികളാണ് രണ്ടുപേരും. ഔസ് ബിൻ സാമിത്തിന്റെ ഭാര്യയാണ് ഖൗല. വയസ്സായി, അവർക്ക് കുറെ മക്കളുണ്ടായി. അഷ്റഫുൽ ഖൽക്കിന്റെ ഗുരുകുലത്തിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികളാണ്. അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് ഈമാൻ പഠിച്ചവരാണ്. അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് ഹിദായത്ത് പഠിച്ചവരാണ്. അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് തൗഹീദ് പഠിച്ചവരാണ്. അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് റിസാലത്തിന്റെ മഹിമ പഠിച്ചവരാണ്. അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് ശരീഅത്ത് നേർക്കുനേരെ പഠിച്ചവരാണ്. കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടായി. അടുക്കളക്കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഔസ് ബിൻ സാമിത്തും ഖൗലത്തും തമ്മിൽ തെറ്റി. ഔസ് ബിൻ സാമിത്ത് ഖൗലത്തിനെ ലിഹാർ ചെയ്തു. എന്താണ് ലിഹാർ? ജാഹിലിയ കാലത്ത് വിവാഹമോചനത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലിഹാർ. തലാഖ് ശരീഅത്തിൽ നടപ്പിലാകുന്നതിന് മുമ്പ് വിവാഹമോചനത്തിന് വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലിഹാർ. അന്തിക ലഹിരി ഉമ്മി, നീ എൻ്റെ ഉമ്മാൻ്റെ മുതുകു പോലെയാണെന്ന് ഭാര്യയെ നോക്കി പറയുക. അതോട് തലാഖാവും, വിവാഹമോചനമാവും. ആ വാക്ക് പറഞ്ഞാൽ ലിഹാർ എന്നാണ് പറയുക. ഔസ് ബിൻ സാമിത്ത് ഖൗലത്ത് ബിൻത് സഅലബയെ ലിഹാർ ചെയ്തു, അഥവാ വിവാഹമോചനം ചെയ്തു. ലിഹാറിലൂടെ രണ്ടുപേരും താമസം മാറ്റി. കുട്ടികളെയും കൊണ്ട് ഖൗലത്തിന്റെ വീട്ടിലേക്ക് പോയി. ഔസ് ബിൻ സാമിത്ത് താമസം ഒറ്റക്കായി. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും വേർപാടിന്റെ ദുഃഖം താങ്ങാൻ സാധിക്കാതെ വന്നു. ഔസ് ബിൻ സാമിത്ത് വയസ്സനാണ്. തന്റെ ഭർത്താവിന്റെ ഒറ്റപ്പെടലിൽ ദുഃഖം തോന്നി ബഹുമാനപ്പെട്ട ഖൗലത്തിന്. ലിഹാർ ചെയ്തും പോയി. ഒറ്റക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുകയില്ല. അന്ന് ലിഹാർ വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ടായി, ഒറ്റപ്പെടലിന്റെ നോവുകളുണ്ടായി. മക്കളുള്ളത് ഖൗലത്തിന്റെ ഒന്നിച്ചാണ്, ദാരിദ്ര്യത്തിന്റെ കുടുംബമാണ്, ജീവിത പ്രയാസമാണ് അവരെ തെറ്റിച്ചത്. സഹാബാക്കളെ ചരിത്രമായി പറയുന്നത്, ഏതോ ആദിവാസി കോളനിയിലെ ചരിത്രമല്ല ഈ പറയുന്നത്. അൻസാരികളായ രണ്ട് സഹാബാക്കളെ കഥയാ പറയുന്നത്. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഖൗലത്തിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഖൗല, ഞാനാണ്, ഔസാണ് വന്നിരിക്കുന്നത്, നമുക്കൊന്നിച്ച് ജീവിക്കാം, ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിട്ടില്ല. ഇസ്ലാമിക ശരീഅത്തിൽ തലാഖാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഞാൻ നിന്നെ ലിഹാർ ചെയ്തിട്ടേ ഉള്ളൂ, അത് ജാഹിലിയ കാലത്തെ വ്യവസ്ഥയാണ്. അവിടെ നമുക്കൊന്നിച്ച് ജീവിക്കാം, ഒറ്റപ്പെട്ട് ബുദ്ധിമുട്ടുണ്ട് ഖൗല, പ്രയാസമുണ്ട് ഖൗല. ബഹുമാനപ്പെട്ട ഖൗല അല്ലാഹു തആല അഷ്റഫുൽ ഖൽക്കിന്റെ ഗുരുകുലത്തിൽ നിന്ന് ദീൻ പഠിച്ച ആളാണ്. നമ്മളെ മാതിരി കമ്മിറ്റി യോഗം കൂടി തീരുമാനിക്കുന്നവരല്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് കമ്മിറ്റി യോഗം കൂടി തീരുമാനിച്ച പാസ്സാവുമല്ലോ, ഇല്ല. ബഹുമാനപ്പെട്ട ഖൗലത്ത് പറഞ്ഞു ഭർത്താവിനോട്, ഔസേ, നമുക്ക് അഷ്റഫുൽ ഖൽക്കിന്റെ ഹദ്റത്തിലേക്ക് പോകാം, നമ്മുടെ ഈ പ്രശ്നം ഹബീബിൻ്റെ മുമ്പിൽ വെക്കാം, ഹബീബ് ഒരു തീരുമാനത്തിലെത്തട്ടെ. അവിടെ നിന്നാണല്ലോ ശാരിയെ, അവിടെ നിന്നാണല്ലോ ശരീഅത്ത് പഠിപ്പിച്ച ഗുരുനാഥൻ, നമുക്ക് അവിടത്തോട് പോയി ചോദിക്കാം, അവിടുന്ന് സമ്മതിച്ചാൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അവിടുന്ന് പറയും പോലെ കേൾക്കാം. സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അതാണല്ലോ ദീൻ, അതല്ലേ ദീൻ. ഫഇൻ തനാസഅതും ഫീ ഷൈ, എന്താ വേണ്ടത്? ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ. നമ്മൾ യോഗം കൂടിയിട്ട് 1835 ബ്രിട്ടീഷുകാരൻ നിയമം ഉണ്ടാക്കിയതാണ് സൊസൈറ്റി ആക്ട്. സൊസൈറ്റി ആക്ട് ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താ? ഉമ്മത്ത് മെഹ്റാബിലും മിമ്പറിലും തച്ചോട്ടമൊക്കെ ആക്കിയിട്ടാണ്. സൊസൈറ്റി ആക്ടിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടായാൽ എന്ത് നിയമം പാസ്സാക്കി എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ കളിയാക്കി പലരെയും. ഇപ്പൊ നമ്മളത് ഉപയോഗിച്ചിട്ട് അടി തുടങ്ങി, 3/2 ഭൂരിപക്ഷം ഉപയോഗിച്ചിട്ട്. പണ്ട് മധ്യ കേരളത്തിൽ, നാട്ടിന്റെ പേര് ഞാൻ പറയില്ല, മധ്യ കേരളത്തിൽ ഒറ്റക്ക് വെച്ചാൽ പറഞ്ഞുതരാം, പരസ്യമായിട്ട് വരേണ്ട ആവശ്യമില്ല, നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ മധ്യ കേരളത്തിൽ ഒരു ഉത്സവം നടക്കുന്ന പള്ളി, ആ ഉത്സവത്തിന് സാധാരണ കൊടിയേറുന്നത് മകരം 1-ാം തീയതിയാണ്. എല്ലാ മകരം 1-ാം തീയതിയും പള്ളി ശനിയും ഞായറും ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു മകരം 1-ാം തീയതി വെള്ളിയാഴ്ച വന്നു. മകരം 1-ാം തീയതി ഉച്ചക്ക് 1 മണിക്ക് പരുന്ത് ആകാശത്തുനിന്ന് പറക്കുമ്പോൾ കൊടി ഉയർത്തണം, എന്നാലേ ഷെയ്ഖ് എഴുന്നള്ളിക്കുകയുള്ളൂ എന്നാണ്. എല്ലാ മകരം 1 വെള്ളിയാഴ്ച ആയിക്കൊള്ളണമെന്നില്ല, ഞായറാഴ്ചയും ശനിയാഴ്ചയും കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച മകരം 1 വെള്ളിയാഴ്ച 1 മണിക്ക് കൊടി ഉയർത്തണോ അതോ ജുമാ എടുത്തണോ? അഭിപ്രായ വ്യത്യാസമുണ്ടായി. നാട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ആടാ അത് പറയാൻ വേണ്ടി പോയിട്ട് കുലുമാലായിട്ട് ജീവനം കൊണ്ട് ഓടിയതാണ് ഞാൻ. വേറെ കഥ.
കാരണം അവിടെ ആനകളാണ് ആ ഉത്സവത്തിൻ്റെ പ്രാധാന്യം. ഞാൻ അന്ന് കുറേ കൊല്ലം 10-25 കൊല്ലമായി. ആനകൾ ചരിത്രത്തിലുണ്ട്, കുതിരകളും ചരിത്രത്തിലുണ്ട്. ആനകൾ കഅബം പൊളിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വെറുതെ അന്നത്തെ ബുദ്ധിയിൽ അങ്ങ് പറഞ്ഞു. എൻ്റെ ആ ആനകളെയും കൊണ്ടാണ് ഇപ്പം നമ്മൾ പള്ളി ചുറ്റുന്ന, അള്ളാൻ്റെ പള്ളി ചുറ്റുന്നത് എന്ന് പറഞ്ഞു. അത് ആർക്ക് പിടിച്ചില്ല. ആനകളെ ആരാധിക്കുന്നവരാണ് അവർ, മുസ്ലിമീങ്ങൾ, OBC കൂട്ടം. കുലുമാലായി അത് നിർത്തേണ്ടി വന്ന്. ഉടൻ തന്നെ ജനബോഡി വിളിച്ചു. ജനബോഡിയിൽ 3-2 ഭൂരിപക്ഷത്തോടെ പാസാക്കി ജുമഅ നീട്ടിവെക്കാം, കൊടിയുയർത്തി നടക്കട്ടെ, അല്ലെങ്കിൽ ഷെയ്ഖ് കോപിക്കും എന്നായി. അങ്ങനെ ജുമഅ 3 മണിക്കേക്കാക്കി. നാടേതാന്ന് ഞാൻ ഇത് കഴിഞ്ഞാൽ സ്വകാര്യം ചോദിച്ചാൽ പറഞ്ഞുതരാം. പബ്ലിക്കായിട്ട് പറഞ്ഞ മോശമല്ലേ? ഗൾഫിൽ എല്ലാ നാട്ടുകാരുണ്ടാവും. നാട്ടിൽ നിന്നാണ് പറയും. സുഹൃത്തുക്കളെ, വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ 1835 പടിഞ്ഞാറുകാരൻ ഇങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ നാട്ടിലും കൂടി എഴുതി വെച്ചപ്പോൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്മിറ്റി പള്ളി ഭരിക്കാമെന്ന് കേട്ടപ്പോൾ മെഹ്റാബിൽ അടിയായില്ലേ? ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അടി തുടങ്ങിയില്ലേ മെഹ്റാബിലും മിമ്പറിലും? എന്താ കാര്യം? സൊസൈറ്റി ആക്ട്. ജൂതനെ ചാണിന് ചാണും ഇഞ്ചിന് ഇഞ്ചുമായിട്ട് തുടരാൻ ഇസ്ലാമിക പ്രബോധക സംഘവും തയ്യാറായപ്പോൾ അതിന്റെ ഈറ്റുനോവ് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. നേതൃത്വം ഉണ്ടാക്കി വെച്ച പ്രശ്നമല്ലേ, അനുഭവിച്ചേ പറ്റൂ. എന്നാണ് ഈ ഉമ്മത്തിന് മോചനം. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സമുദായത്തോട്, ആരെ തോൽപ്പിക്കാനാണ് സുഹൃത്തുക്കളെ നാം ഈ പുറപ്പാട്? ആരെയാണ് നമുക്ക് തോൽപ്പിക്കേണ്ടത്? മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരനായ മുവഹിദുകളെ പെരുവഴിയിറക്കിക്കൊണ്ട് ഈ നേതൃത്വം എങ്ങോട്ടാണ് യാത്ര? ഉലമാക്കളും ഉമറാക്കളും യാത്ര എങ്ങോട്ടാ? ഈ പാവപ്പെട്ട സാധാരണക്കാരനെ പെരുവഴിയിലാക്കിക്കൊണ്ട് ആരെ തോൽപ്പിക്കാനാണ് നിങ്ങളെ യാത്ര? ആരെ തോൽപ്പിക്കാനാണ് നിങ്ങളെ മെനക്കെടലുകൾ? എത്രയും പെട്ടെന്ന് ഈ പ്രിയപ്പെട്ട ഉമ്മത്തിനെ കൈമലേൽക്കാൻ തയ്യാറാവിൻ. ഇത് മാത്രമാണ് മോചനത്തിന്റെ വഴി. പറഞ്ഞത് മാറ്റി പറയാനും പുതിയത് പറയാനും ഒക്കെ മലക്കം പറഞ്ഞ് ശീലമുള്ളവരല്ലേ നമ്മൾ. എന്റെ ഉമ്മത്തിന് വേണ്ടി ഒരു മലക്കം അറിഞ്ഞൂടെ? ഇനി ഒന്നും കൂടി പല മലക്കവും അറിഞ്ഞില്ലേ? പല മലക്കവും നമ്മൾ മറിഞ്ഞ് ശീലമുള്ളവരല്ലേ നമ്മൾ. ഉമ്മത്തിന് വേണ്ടി ഒരു മലക്കം കൂടി പറഞ്ഞാൽ എന്താ കുഴപ്പം? തീർച്ചയായിട്ടും നാം 2000-ന്റെ അപ്പുറത്തേക്ക് തിരിച്ചു പോകണം. തൗഹീദിന്റെ പ്രബോധകന്മാർ. എന്നിട്ട് അള്ളാഹുവിനെ പറ്റി വിസ്തരിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമുദായമായി നാം മാറണം. അള്ളാഹുവിനെ പറ്റി ചർച്ച ചെയ്യുന്നതിന് പകരം മഖ്ലൂക്കിനെ പറ്റി ചർച്ച ചെയ്യാന്നുള്ള നാശം ഈ ഉമ്മത്തിന്റെ ഇടയിലേക്ക് ജൂതൻ കൊണ്ടുവന്നതാണ്. അതേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജൂതനെ സംബന്ധിച്ചിടത്തോളം മസീഹുദ് ദജ്ജാലിന്റെ വരവാണ് പ്രാധാന്യം. ആ മസീഹുദ് ദജ്ജാലിന്റെ വരവിന് വേണ്ടിയും ആ മസീഹുദ് ദജ്ജാലിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജൂത സമൂഹത്തിന്റെ ഫിത്ന, അത് വലിയ ഫിത്നയാണ്. അപ്പോഴാണ് നമസ്കാരത്തിലേക്ക് കയറിയത്. നമസ്കാരത്തെ ഷോർട്ടാക്കി, സുന്നത്ത് നിസ്കാരത്തെ ഷോർട്ടാക്കി, ദുആ വേണ്ടെന്ന് വെച്ചു. സുന്നത്തല്ല എന്ന് പറഞ്ഞിട്ട് പലതും നമ്മൾ തള്ളിയവരെ കൂട്ടത്തിൽ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നമ്മളും തള്ളി. സംഘടനന്റെ അഡ്രസ്സിൽ എന്തെങ്കിലും സുന്നത്തുണ്ടെങ്കിൽ അത് തീവ്രമായി ചെയ്യാം. സംഘടനന്റെ അഡ്രസ്സിലുള്ള സുന്നത്ത് അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കുഴപ്പമില്ല. അങ്ങനെയാക്കി മാറ്റി നമ്മൾ അങ്ങനെയാക്കി മാറ്റി. അതുകൊണ്ട് കഴിഞ്ഞ നനക്കുന്ന കാര്യത്തിൽ ഭയങ്കര തീവ്രതയാണ്. എന്താ കാര്യം? സംഘടനയുമായി ബന്ധപ്പെട്ട കേസ്. കൈ കെറ്റി എത്തുമ്പോൾ കെട്ടാൻ എന്താണ്? ഞാൻ അത്രയും തീവ്രനായ സംഘടനക്കാരനാണ്. അങ്ങനെയുണ്ടോ? നെഞ്ച് 2 പാർട്ടാണ്, ഒന്ന് നെഹറും ഒന്ന് സദറും. തൊണ്ടക്കുഴിയിൽ നിന്ന് പകുതി വരെ നെഹറ, പകുതിയിൽ നിന്ന് നെഞ്ചിന്റെ കുഴി വരെ സദുറാണ്. കൈവെക്കേണ്ടത് സദുറിലാണ്. സദുറിൽ നിന്ന് മാറ്റിയിട്ട് നെഹറിൽ വെക്കാൻ നമ്മൾ ആരോപിച്ചു? നെഹറിൽ കൈ വെക്കാൻ പറ്റില്ല, സദറിലേ വെക്കാൻ പറ്റുള്ളൂ. നെഹർ ഇത് സദർ. ഇത് കയറ്റി നെഹറിലെത്തി. നെഹർ എന്നുള്ള പ്രയോഗമേ ഹദീസിലില്ല. നെഹർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ മാല കിട്ടുന്ന സ്ഥലം, നെക്ലസ് കിട്ടുന്ന സ്ഥലം നെഹർ എന്ന് പറയുന്നത്. സദർ എന്ന് പറഞ്ഞാൽ എൻ്റെ താഴെയുള്ള ഭാഗം. എന്തിനാ ഞാൻ ഇത് പറഞ്ഞെന്നറിയുമോ? പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സുന്നത്തിന് പ്രാധാന്യം നൽകുകയും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുന്നത്തുകൾ, ആ സുന്നത്തുകൾ നമ്മൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. അതുകൊണ്ട് നാം എന്തായി? സുന്നത്ത് നിസ്കാരത്തിൽ ഒരുപാട് ദുആകൾ പറയേണ്ട നാം അനുവദിക്കപ്പെട്ട ദുആ പോലും പറയാതെ സലാം കിട്ടുന്നവരായി മാറി. ആര് പഠിപ്പിച്ചു നമ്മൾ ഈ കാര്യം? ഒരു 10-15 മിനിറ്റ് 2 റക്അത്ത് നിസ്കാരം നീട്ടിക്കൊണ്ടുപോയി കൂടെ? ബാങ്ക് വിളിച്ച ഉടനെ തന്നെ പള്ളിയിൽ കയറി ഒരാൾക്ക് നിസ്കാരത്തെ കൈ കെട്ടാൻ ഇഖാമത്ത് വിളിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് നിർത്തിയാൽ പോരെ? പറയാനുള്ളതല്ല അല്ലാഹുവോട് പറഞ്ഞൂടെ? ആ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എന്താണ് വാക്കിന്റെ അർത്ഥം? ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഇപ്പോഴേ രക്ഷ നേടാനാണോ പറഞ്ഞിരിക്കുന്നത്? അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഗൗരവത്തോടെ ചിന്തിക്കാമായിരുന്നില്ലേ? ആ മസീഹുദ് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ,
മസീഹുദ് ദജ്ജാൽ വന്നിട്ട് കൊടല് കീറുന്നതിനെ പറ്റി മാത്രമല്ല ആ വാക്ക്, മറിച്ച് മസീഹുദ് ദജ്ജാലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഫിത്ന ജൂത സമൂഹം അന്നും ഇന്നും ആ ഫിത്ന നടപ്പിലാക്കാനാണ് മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുആ നീ ചെയ്തുകൊണ്ടിരിക്കും, ജൂത സമൂഹത്തിന്റെ ഫിത്നയിൽ എനിക്ക് രക്ഷപ്പെടാം. അതാണ് ഫിത്നത്തുൽ മസീഹുദ് ദജ്ജാൽ. ജൂത സമൂഹത്തിന്റെ ഫിത്നയിൽ രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ നീ ദിവസവും പാരായണം ചെയ്യും. മസീഹുദ് ദജ്ജാലിന്റെ ശിക്ഷയിൽ രക്ഷപ്പെടാനുള്ള വഴി അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു. എന്ന് വെച്ചാൽ 1000 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന മസീഹുദ് ദജ്ജാൽ ഇപ്പോഴേ നമ്മൾ കാവലിനെ തീർന്നാൻ ചോദിക്കണ്ട. 1000 കൊല്ലം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന മസീഹുദ് ദജ്ജാലിന്റെ വരവിന് വേണ്ടി കളമൊരുക്കുന്ന ജൂതൻ, ആ യഹൂദിയുടെ എല്ലാ കുതന്ത്രങ്ങളിൽ രക്ഷപ്പെടാൻ ലോകത്താര് വിചാരിച്ചാലും സാധിക്കൂല, അള്ളാഹു നിശ്ചയിച്ച ഏർപ്പാടുകളെ കൊണ്ടല്ലാതെ. അതിൽപ്പെട്ട ഏർപ്പാടാണെന്ന് ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അൽ കഹ്ഫ് സൂറത്തിന്റെ ആരംഭത്തിലുള്ള 10 ആയത്തുകള്, അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിനും ഈ 4 കാര്യത്തെ തൊട്ട് നിങ്ങൾക്ക് അവലെ തേടിക്കണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയും അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ ചെയ്ത് കാണിച്ചു തരികയും ചെയ്തതാണ്. ഈ രീതിയിൽ എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്നതിലും അള്ളാഹുവിനെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിലെല്ലാം വലിയ വലിയ ഫസാദുകളും ഫിത്നകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ അറിയാതെ പോയി നമുക്ക് അള്ളാഹുവിനെ അറിയേണ്ട രീതിയിൽ അറിയാതെ പോയി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ട് നമ്മുടെ ജോലി ഇപ്പൊ എന്താ? അള്ളാഹു അല്ലാത്തതിനെ സംബന്ധിച്ച്, റസൂലുള്ളാഹി തങ്ങൾ ശരീഅത്തിൽ ഇല്ലാത്തതിനെ സംബന്ധിച്ച്, ബിദ്അത്തുകളെ സംബന്ധിച്ച്, അതേപോലെ തന്നെ ശിർക്ക് സംവിധാനങ്ങളെ സംബന്ധിച്ച് മസ്അലകൾ തിക്കി കയറ്റി അതിന്റെ ഇടയിൽ ഗവേഷണങ്ങൾ ചെയ്ത് ഉമ്മത്തിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. വേണ്ട, 100% തൗഹീദിലേക്ക്, 100% റിസാലത്തിലേക്ക്. സംശയമുള്ളതിനെ വിട്ടേക്കുക, സംശയമില്ലാത്തത് ഉറക്കെ പിടിച്ചേക്കുക. സംശയാസ്പദമായ വിഷയം കംപ്ലീറ്റ് വിടുക, ഉറപ്പുള്ള കാര്യം പൂർണ്ണമായി പിടിക്കാം. ഉറപ്പാണല്ലോ. അതിനുശേഷം വന്നവര്, ഉദാഹരണത്തിന് നമുക്ക് പറയാം, സ്വലാത്തുവിനെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ കൽപ്പന വന്നു, നിർബന്ധമായ കൽപ്പന, വാജിബായ കൽപ്പന, പ്രവാചകന് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ കരുണയുടെ മേൽ കരുണ അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് നിരന്തരം ആ പ്രവാചകന്റെ ശറഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നു എന്ന്. മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വാജിബായ കൽപ്പനയാണ്, നിസ്സാര വിഷയമല്ല, വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ ചോദിച്ചു, സഹാബ റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലല്ലാഹ്, അങ്ങക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അങ്ങക്ക് ഞങ്ങൾ സലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിനും വഴിയില്ലാത്ത രീതിയിൽ, മുത്തവാത്തിറായ രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. മതിയല്ലോ. ഈ ഉമ്മത്ത് വസ്വസിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യം പിന്നെ ഇല്ലല്ലോ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഉമ്മത്ത് ഈ സ്വലാത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജൂതന്മാർക്കറിയാം, മുഹമ്മദ് മുസ്തഫാന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയെ മുഅ്മിനീങ്ങൾ പൂർത്തിയാക്കുമ്പോൾ മസീഹുദ് ദജ്ജാലിന് വരാൻ സാധിക്കുകയില്ല. മസീഹുദ് ദജ്ജാൽ വരണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്വലാത്തുകൾ ഉണ്ടാവണം, എന്നിട്ട് അതിനെ പകരം വെച്ചു കൊടുക്കണം. അതിന് ജൂതന്മാർ ആരെ ഉപയോഗപ്പെടുത്തി? ഷിയാക്കളെ ഉപയോഗപ്പെടുത്തി. ഷിയാ ശൈഖന്മാരുണ്ടാക്കിയ സ്വലാത്തിന്റെ മാർക്കറ്റ് കിട്ടി. ആ ഒരു സ്വലാത്തല്ലേ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്കൽ ഗമാം ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദ്ദി കുല്ലി മഅലൂമിൻ ലക്. രാജകീയ സലാത്ത്, ഉഗ്രൻ സലാത്ത്, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിത്തന്ന സലാത്തിനെയൊക്കെ കടത്തി വെട്ടുന്ന സലാത്ത്. എത്ര രസമുള്ള! അതേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ,
മുഹമ്മദ് മുസ്തഫ തങ്ങളെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവരോധിക്കുക എന്നുള്ളത് ഷിയാ സമൂഹത്തിന്റെ താല്പര്യമായിരുന്നില്ലേ? ഇപ്പോഴും ലോകത്ത് ഷിയാ സമൂഹം ഒരു പുതിയ മതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ദുനിയാവിൽ? കേരളത്തിലും ആ മതത്തിന് അടിവേരുകൾ ഉണ്ടായില്ലേ? പുതിയ നൂറ്റാണ്ട് തീർച്ചയായിട്ടും ഉമ്മത്തിന്റെ ഉള്ളകത്തൊരു പുതിയ മതത്തിന്റെ പിറവി നമുക്ക് കാണാം. എന്താണ് ആ പുതിയ മതത്തിന്റെ പ്രോഗ്രാം? അള്ളാഹുവിനെ പാടെ മാറ്റി നിർത്തുക. അതിനുള്ള മാനദണ്ഡം എന്താണ്? അള്ളാഹു കടുപ്പക്കാരനാണ്, അള്ളാഹു ശദീദുൽ ഇഖാബാൻ, അള്ളാഹു അലീമുൽ അദാബാൻ, അള്ളാഹു ശദീദുൽ അദാബാൻ, അള്ളാഹു കടുകടുത്ത രീതിയിൽ ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു കടുകടുത്ത രീതിയിൽ മർദ്ദിക്കുന്നവനാണ്, അള്ളാഹു മുഖം നോക്കാതെ ശിക്ഷിക്കുന്ന മുന്തഖിബാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല കടുത്ത രീതിയിൽ പെരുമാറുന്നവനാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്, നമ്മൾ പാപം ചെയ്ത് മൂന്നിപ്പോയവരാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന അള്ളാഹുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ നമുക്ക് യോഗ്യതയില്ല. നമ്മൾ കരിഞ്ഞു പോകും. ആ അള്ളാഹു പവർശേഷനാണ്, നമ്മൾ 50ന്റെ ബൾബുകളാണ്. ആ അള്ളാഹു ജഡ്ജിയാണ്. വക്കീലിനെ വെക്കാതെ നമുക്ക് അള്ളാഹടുത്ത് പോകാൻ കഴിയില്ല. കാരണം ആ കടുത്ത രീതിയിൽ വിധി കൽപ്പിക്കുന്നവനാ. ഈ രീതിയിൽ തെറ്റായ ഒരു സങ്കല്പമല്ലേ ഷിയാക്കൾ അള്ളാഹുവിനെ പറ്റി ഉണ്ടാക്കി കൊടുത്തത് സമൂഹത്തിന്? എന്നിട്ടല്ലേ അള്ളാഹുവിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് അള്ളാഹ് കടുപ്പപ്പെട്ടവനാണ് എന്ന സാധാരണക്കാരന്റെ മനസ്സ്, അള്ളാഹ് കടുപ്പമായി ശിക്ഷിക്കുന്നവനാണെന്ന സാധാരണക്കാരന്റെ മനസ്സ്, ആ മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ടല്ലേ സമൂഹത്തിന്റെ മനസ്സിനെ ശൈഖ്മാരിലേക്ക് നീക്കിയത്? അങ്ങനെയല്ലേ പുതിയ മതത്തിന് ഒരു ബീജാപാപം നൽകിയത്? ആ മതത്തിന് പുതിയ നൂറ്റാണ്ടിൽ മാർക്കറ്റുകൾ കിട്ടിയില്ലേ? ജൂത സമൂഹത്തെ വെച്ചുകൊണ്ടും ക്രിസ്ത്യാനിസത്തെ വെച്ചുകൊണ്ടും അതേപോലെ തന്നെ ആര്യ ദ്രാവിഡ ഇസങ്ങളെ വെച്ചുകൊണ്ടും ഇസ്ലാമിനെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് ലോകത്തിനറിയാം. അത്രമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സജീവമാണ് ലോകത്ത്. അപ്പോൾ പിന്നെ ഇസ്ലാമിനെ കൊല്ലാനുള്ള വഴി എന്താ? ഇസ്ലാമിന്റെ ഉള്ളകത്തുനിന്ന് ഒരു പുതിയ മതം സൃഷ്ടിക്കുക. ആ മതത്തിന്റെ മാർക്കറ്റ് കൊടുത്തു അവർ, ലോകത്ത് പ്രചരണം കൊടുത്തു അവർ. അതേ 2ാം നൂറ്റാണ്ടിലും 3ാം നൂറ്റാണ്ടിലും ഷിയാക്കൾ ഉപയോഗിച്ച അതേ പ്രയോഗം. അള്ളാഹു കടുപ്പപ്പെട്ടവനാണ്, അവൻ രോഗം നൽകുന്നവനാണ്, അവൻ പ്ലേഗ് നൽകുന്നവനാണ്, അവൻ വസൂരി നൽകുന്നവനാണ്, അവൻ പിരാന്ത് നൽകുന്നവനാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് യോഗ്യതയില്ല, നമ്മൾ പാപികളായി പോയി. അതുകൊണ്ട് കടുകടുത്ത അള്ളാഹുവിനെ ഒന്ന് നേരെയായി കിട്ടാൻ നമുക്ക് ഒരേ ആശ്രയത്തെയും ഉള്ളൂ. അതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന് പകരം മുഹമ്മദ് മുസ്തഫാനെ അവരോധിക്കുക, അള്ളാഹുവിനെ പാടെ മാറ്റി നിർത്തുക ജനമനസ്സുകളിൽ നിന്ന്. ആ സ്ഥാനത്ത് മുഹമ്മദുർ റസൂലുള്ളാഹിയെ അവരോധിക്കുക. അതിൽ ന്യായം എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് റഊഫാണെന്ന്, റഹീമാണെന്ന്, കരീമാണെന്ന്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഹമ്മദ് നബിയെ പറ്റി അള്ളാഹ് പറഞ്ഞത് റഊഫ് എന്നാണ്, റഹീം എന്നാണ്. അതേ സമയത്ത് മുഹമ്മദ് മുസ്തഫ ശദീദുൽ ഇഖാബല്ല, മുന്തഖിമല്ല, ശദീദുൽ അദാബല്ല, അദാബുൻ അലീമല്ല. ഇതൊന്നും മുഹമ്മദ് മുസ്തഫക്കില്ല. അതേ സമയത്ത് മുഹമ്മദ് മുസ്തഫ കനിവുള്ള റഊഫ, ദയയുള്ള റഹീമ. ഇത് അള്ളാഹ് തന്നെ പറഞ്ഞതാ. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് ശിക്ഷ നമ്മൾ പേടിക്കേണ്ടിയില്ല. മുഹമ്മദ് മുസ്തഫക്ക് ശിക്ഷിക്കാനുള്ള അവകാശമില്ല. മുഹമ്മദ് മുസ്തഫക്ക് കടുകടുത്ത നോവൽവിക്കാനുള്ള അവകാശമില്ല. പിന്നെ മുഹമ്മദ് മുസ്തഫക്ക് എന്തേ ഉള്ളൂ? റൗഫത്തേ ഉള്ളൂ, ലുത്ഫത്തേ ഉള്ളൂ, റഹ്മത്തേ ഉള്ളൂ. അതുകൊണ്ട് കടുകടുത്ത അള്ളാഹു, ആ അള്ളാഹിനെ സ്വാധീനിക്കാൻ വലിയ സാമർത്ഥ്യം വേണം. ആ സാമർത്ഥ്യം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് അള്ളാഹിനെ മാറ്റി നിർത്താം. റഊഫും റഹീമായ മുഹമ്മദ് മുസ്തഫാനോട് കാര്യങ്ങൾ ചോദിക്കാം. ഇതാണ് ഷിയ സമൂഹത്തിന്റെ ആദ്യതാണ് വിശ്വാസം. ആ മുഹമ്മദ് മുസ്തഫയിലെ സ്വാധീനിക്കാനും വേണം ചില യോഗ്യതകൾ. ഷിയാക്കൾ എന്ത് ചെയ്തു? മുഹമ്മദ് മുസ്തഫാനെ സ്വന്തമായിട്ട് സ്വാധീനിക്കാൻ നമുക്ക് സാധാരണക്കാരായി നമുക്ക് കഴിയില്ല. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പകരക്കാരനാണ്. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ നിഴലാണ്. മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് വേണ്ടി പരാതികൾ ബോധിപ്പിക്കാൻ നിയോഗിച്ച ആളാണ്. അതുകൊണ്ട് ആ മുഹമ്മദ് മുസ്തഫാനോട് എല്ലാവർക്കും യോഗ്യതയില്ല. അതുകൊണ്ട് നാം ശൈഖന്മാരെ സമീപിക്കണം. അങ്ങനെയല്ലേ ഷിയ സമൂഹത്തിൽ ശൈഖി സമ്പ്രദായവും ആ സമ്പ്രദായത്തിന് തരീഖത്തിലൂടെയുള്ള ശൈഖി സമ്പ്രദായം ലോകത്ത് വന്നത്? അള്ളാഹുവിനെ പാടെ മാറ്റി നിർത്തുകയും മുഹമ്മദ് മുസ്തഫാനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന കരുണയുള്ള അള്ളാഹുവിന് പകരക്കാരനാക്കുകയും ആ റസൂലുള്ളാഹിനെ സ്വാധീനിക്കാൻ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ശൈഖുകളെ സ്വാധീനിക്കുകയും ചെയ്യുക എന്ന തെറ്റായ ഒരു ചിന്ത അന്ന് 3ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ തുടങ്ങി വെക്കുകയും അതിന്റെ ഭാഗമായി ഇന്നും കേരളത്തിലടക്കം ആ ഷിയ സമൂഹത്തിന്റെ വിശ്വാസത്തിന് അടിത്തറവാകുമാർ സംവിധാനങ്ങൾ ഉണ്ടായില്ലേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കാത്തത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിക്ക് മാത്രമല്ലല്ലോ പ്രാധാന്യം ഉണ്ടാകുക. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തിന്റെ എല്ല് കിട്ടിയാലും ആ പ്രാധാന്യം കൊടുക്കും കൂട്ടര്. അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിയുടെ എല്ല് കിട്ടിയാലും ആ പ്രാധാന്യം കൊടുക്കും. അതേപോലെ തന്നെ സുലൈമാൻ നബിന്റെ പക്ഷിയുടെ ചിറക് കിട്ടിയാലും ആ പ്രാധാന്യം ഉണ്ടാകും. അതേപോലെ തന്നെ അസ്ഹാബുൽ ഫീലിന്റെ അബാബിൽ പക്ഷികളെ ചിറക് കിട്ടിയാലും എല്ലാം വെള്ളത്തിൽ നോക്കി കുടിക്കുന്ന സമൂഹം വരും. ഇൻഷാ അല്ലാഹ് വരും. ആ പുതിയ മതത്തിന്റെ പ്രതീകങ്ങളായിട്ട് ഒക്കെ രംഗത്ത് വരും.
അതൊക്കെ എവിടെങ്കിലും കച്ചവടക്കാർ വിൽക്കേണ്ട ഈ സാലിഹ് നബിന്റെ ഒട്ടകമാണ്, ഒട്ടകത്തിന്റെ പിന്നെ എല്ലാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിയുടെ തലയോടാണ്, അല്ലെങ്കിൽ പിന്നെ ഇബ്രാഹിം പിന്നെ സുലൈമാൻ നബിന്റെ പക്ഷിയുടെ ചിറകിന്റെ തൂവലിന്റെ ഭാഗമാണ്. ഇതൊക്കെ പറഞ്ഞ് സമൂഹം വരാതിരിക്കില്ല, അടുത്ത കാലത്ത് തന്നെ വരും. ആ സന്ദർഭത്തെല്ലാം ഈ സമൂഹത്തിന് അള്ളാഹുവിൻ്റെതായ തനി പറഞ്ഞു കൊടുക്കാൻ ആരെ കൊണ്ടേ പറ്റുള്ളൂ? മുവഹിദുകളെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മുവഹിദുകൾ നിലനിൽക്കാൻ പാടില്ല. മുവഹിദുകളുടെ വിഷയത്തിന്റെ ഇടയിലേക്ക് ജിന്നുകളും മലക്കുകളും കടന്നു വരണം എന്നത് ജൂതന്മാർ ആവശ്യമാണ്. എങ്കിലേ വിഷയം മാറുള്ളൂ. വിഷയം മാറ്റുക എന്നുള്ളത് ജൂതന്മാരെ പോളിസിയാണ്. അള്ളാഹുവിൽ നിന്ന് വിഷയം മാറുക, അള്ളാഹുവിൽ നിന്ന് വിഷയം മാറുക. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അല്ലാഹുവേ സ്വല്ലി സ്വലാത്തൻ കാമില, പൂർണ്ണമായ സ്വലാത്ത് നീ ചൊല്ലണം. വസല്ലിം സലാമൻ താമ്മ, പരിപൂർണമായ സലാമും നീ ചൊല്ലണം. അലാ സയ്യിദിനാ മുഹമ്മദ്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിന്റെ മേൽ. അല്ലദീ, എങ്കത്തെ മുഹമ്മദ് നബി. തൻഹല്ലു ബിഹി, ആ മുഹമ്മദിനെ കൊണ്ടാണ് മാറിക്കിട്ടുന്നത്. അല്ലുഖദു, അടങ്ങേറുകൾ, കുടുക്കുകൾ നീങ്ങിക്കിട്ടുന്ന മുഹമ്മദ് നബിനെ കൊണ്ടാണ്. വതൻഫരിജു ബിഹി, ആ മുഹമ്മദിനെ കൊണ്ടാണ് മാറിക്കിട്ടുന്നത്. അൽ ഖുറബു, ബുദ്ധിമുട്ടുകൾ, അടങ്ങേറുകൾ. വതൻഹല്ലു ബിഹി ലഖദു വതൻഫരിജു ബിൽ ഖുറബു വതുഖലാ ബിഹി, ആ മുഹമ്മദിനെ കൊണ്ടാണ് വീട്ടപ്പെടുന്നത്, നിറവേറ്റപ്പെടുന്നത്. അൽ ഹവായിജു, ആവശ്യങ്ങൾ. വതുഖലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹി, ആ മുഹമ്മദ് മുസ്തഫാനെ കൊണ്ടാണ് ലഭ്യമാകുന്നത് റഗായിബ്, ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ. വതുനാലു ബിഹി റഗായിബ് വഹുസ്നുൽ ഖവാതിമി, അവസാനം രക്ഷപ്പെടുന്നതും ആ മുഹമ്മദ് നബിനെ കൊണ്ടാണ്. വയുസ്തസ്ഖൽ ഗമാം, മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നതും ആ മുഹമ്മദ് നബിനെ കൊണ്ടാണ്. എവിടെ എത്തി എവിടെ എത്തി സമൂഹം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഏതോ ഷിയാ ശേഖ് ഉണ്ടാക്കിയ സലാത്തിനെ വ്യാഖ്യാനിച്ചെടുക്കേണ്ട ഗതികൾ നമുക്കുണ്ടാകാൻ പാടുണ്ടോ? നാം റസൂലയും അടിസ്ഥാനപരമായി സ്ഥാപിക്കുന്നവരല്ലേ? സംശയാസ്പദമായ സകലതിനെയും പുറംകാലം കൊണ്ട് കത്തേണ്ടവരല്ലേ? എവിടത്തേക്കാണ് സമൂഹത്തിന്റെ പോക്ക്? വ്യാഖ്യാനിച്ചാൽ എവിടെയാണ് എത്തുക? ഭൗതികതയും അഭൗതികതയും വ്യാഖ്യാനിച്ച് ജിന്നുമ്മമാർക്കും ജിന്നുപ്പമാർക്കും പുതിയ ജീവൻ വന്നില്ലേ? നമ്മുടെ കേരളത്തിൽ വന്നില്ലേ സുഹൃത്തുക്കളെ? കാസർകോട്ടെ ജിന്നൗക്രാജിക്കും കോഴിക്കോട്ടെ ജിന്നു സൂറാബിക്കും അറിയായിരിക്കും. കോഴിക്കോട് ടൗണുകാർക്ക് ജിന്നു സൂറാബിനെ പരിചയമുണ്ടാവും, ചോദിച്ചു നോക്കിയാൽ മതി കോഴിക്കോട്ടുകാരോട്. അതേപോലെ തന്നെ മാഹിയിലെ തലശ്ശേരി ഉസ്സമുട്ടൊക്കെ ജിന്നു ഖദീജാബിക്കും മാർക്കറ്റ് വന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ ജിന്നുമ്മമാരടുത്തല്ലേ നാം കാര്യങ്ങൾ അറിയാൻ പോകാറ്? ജിന്നുപ്പമാരടുത്തല്ലേ കാര്യങ്ങൾ അറിയാൻ പോകാറ്? മലബാറിലുള്ള മുസ്ലിമീങ്ങൾ രാവിലെ ഒരു ആട് ചത്തു, ഉച്ചക്കൊരു കോഴിയും ചത്തു, വൈകുന്നേരം ജിന്നു സൂറാബിന്റെ അടുത്ത് പോയിട്ടല്ലേ രാവിലെ ആടും ചത്തു തങ്ങളെ, വൈച്ചക്ക് കോഴിയും ചത്തു, എന്താ പ്രശ്നം? ജിന്നു സൂറാബി പറയും എന്തോ പ്രശ്നമുണ്ട്, ഇച്ചിരി ജോലികളൊക്കെ ചെയ്തു നിൽക്കണമെന്ന്. എവിടെ പോയി? അല്ലദീ യുഹ്യീ വയുമീതു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുഹ്യീ വയുമീത്. മരണവും അല്ലാഹുവിന്റെ കയ്യിൽ, ജീവിതം അല്ലാഹുവിന്റെ കയ്യിൽ. ഖലഖൽ മൗത വൽ ഹയാ, രാവിലെ കോഴി ചത്തത് അള്ളാഹുവിന്റെ ഇടപെടൽ, വൈകുന്നേരം ആട് ചത്തത് അള്ളാഹുവിന്റെ ഇടപെടൽ. അള്ളാഹു അല്ലാത്തൊരു വസ്തുവിന് ഇടപെടലില്ല, അള്ളാഹു അല്ലാത്തൊരു വ്യക്തിക്ക് ഇതിൽ ഇടപെടലില്ല, അള്ളാഹു അല്ലാത്തൊരു ജിന്നിന് ഇടപെടലില്ല, അള്ളാഹു അല്ലാത്തൊരു ശൈത്താൻ ഇടപെടലില്ല. കാരണം മൗത്തും ഹയാത്തും അള്ളാഹിന്റെ സംവിധാനമാണ്, അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതല്ലേ നാം സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത്? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഏതോ ഒരു ഷിയാ ശൈഖ് റസൂലുള്ളാഹി തങ്ങളെ പ്രതീകമാക്കാൻ അനുയായികൾക്ക് പഠിപ്പിച്ച സ്വലാത്ത്, അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് എന്ന അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ച സ്വലാത്തിന് പകരം കൊണ്ടുവന്നപ്പോൾ അതിനെ പാടെ തള്ളുക എന്നല്ല ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അത്തങ്ങൾ വന്നു, തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങി, അഖുർആൻ സുന്നത്തായി, അസുന്നത്തനുസരിച്ച് ജീവിച്ചു, അഞ്ചീവിതം അല്ല കബൂലാക്കി, അക്കബൂലിയത്ത് കൊണ്ട് ആകാശത്ത് നമ്മൾ എല്ലാം വ്യാഖ്യാനിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് ശരിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ. നമുക്ക് അഷ്റഫുൽ ഖൽഖിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമല്ലേ ഉള്ളൂ. ഏതോ ഷിയാ ശൈഖിന്റെ പല്ലവികൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എഴുത്തും സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ എന്താണ്? കുഴപ്പം എന്താ? കുഴപ്പം എന്താ? ഇർത്തക്കുത്തൽ നേർക്ക് നേരെ നബി തങ്ങളോട് പൊറുക്കലിനെ തേടലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എന്താ അർത്ഥം? ഇർത്തക്കബത്തു അലൽ ഖത്ത ഗൈറ ഹസ്നിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർത്തക്കബത്തു അലൽ ഖത്ത, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി. ഗൈറ ഹസ്നിൻ വഅദദ്, എണ്ണും അറ്റും ഇല്ലാത്ത പാപങ്ങൾ. ലക അശ്കു, ലക അശ്കു, നിങ്ങളോട് ഞാൻ പരാതി പറയുന്നു നബിയെ.
സയ്യിദി ഖൈറുൻ നബി. പൊറുക്കലിനെ തന്നതിന് അർത്ഥമില്ലല്ലോ, മാപ്പാക്കി തന്നതിന് അർത്ഥമില്ലല്ലോ. ശിക്വ എന്നല്ലേ ഉള്ളൂ. ശിക്വ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിക്കാം? ഒരു പ്രേമവചനത്തിന്റെ വാക്കായിട്ട് വ്യാഖ്യാനിച്ചൂടെ? ഗൾഫിലുള്ള നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിയും കാച്ചി കുടിച്ച് ടെറസിൻ്റെ മേലെ പോയി ഇരിക്കുക, മൊബൈൽ ഫോൺ എടുത്തിട്ട്. റേഞ്ച് കിട്ടുന്നില്ല, ഭാര്യ ഉറക്കത്തില്ല. ഇവിടെ 10 മണിയാകുമ്പോൾ അവിടെ 11 മണിയായിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഇവൻ്റെ ഈ ആകാശം നോക്കിയിട്ട് പറയാം, ഈ മുക്കുൽസൂ നീ സുഖമായിട്ട് ഉറങ്ങാൻ, ഞാനിവിടെ വെയിലും കൊണ്ട് ചൂടും കൊണ്ട് കഷ്ടപ്പെടുക. ഇവൻ പറയുന്ന വാക്ക് ഭാര്യ കേൾക്കുമോ? ഇവനാരോടെ പറയുന്നത്? ഇവൻ്റെ മനസ്സിൻ്റെ വികാരങ്ങൾ സാങ്കല്പിക ലോകത്ത് വിട്ടുകൊടുക്കുകയാണ്. ഭാര്യ കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഉണ്ടോ? ഭാര്യയിൽ നിന്ന് മറുപടി കിട്ടണമെന്ന് നിർബന്ധമില്ല എനിക്ക്. ആ രീതിയിലാണ് അവൻ്റെ വാക്ക്. ആ രീതിയിലുള്ളൊരു സാങ്കല്പിക ലോകത്തുള്ളൊരു കവിയുടെ വാക്യായിട്ട് മാത്രം വ്യാഖ്യാനിച്ചാൽ പോരെ. അതിനെന്താണ് നമ്മൾ ശിർക്ക് വ്യാഖ്യാനിച്ചത്? അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പുനർജീവിക്കുമല്ലോ, പിന്നെ നമ്മളൊന്നും ആവശ്യമില്ലല്ലോ. സംശയമുള്ളതിനെ വിടുക, സംശയമില്ലാത്തത് ഉറക്കെ പഠിക്കുക. ഇവിടെ സാങ്കല്പിക ലോകമല്ല നമ്മുടെ മുമ്പിൽ. കാരണം എന്താണ്? അഖീദന്റെ വിഷയമാണ്. മുമ്പിലുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാ. മഹാകവി ഗാലിബോ അല്ലെങ്കിൽ മൊയ്ൻകുട്ടി വൈദ്യരോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരല്ല മുമ്പിലുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട വിഷയം അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ എന്നല്ലാതെ കാവ്യ ലോകത്തിറക്കേണ്ടതല്ല, ഭാവനാ ലോകത്തിറക്കേണ്ടതല്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹിയായിട്ട് പറ്റൂല. കാരണം മുഹമ്മദ് അള്ളാന്റെ റസൂൽ എന്ന് ഷഹാദത്ത് പറഞ്ഞവരാണ് നമ്മൾ. അതേ അവസരത്തിൽ മൊയ്ൻകുട്ടി വൈദ്യരോ കുമാരനാശാനോ മഹാകവി ഗാലിബോ നമ്മൾ ഷഹാദത്ത് പറഞ്ഞവരല്ല. അവർ ഭാവനാ ലോകത്തുള്ളവരാണ്, സാങ്കല്പിക ലോകത്തുള്ളവരാണ്. ചിലപ്പോൾ ശൈത്താൻ പറയുന്ന വാക്കും അവർ പറഞ്ഞെന്ന് വരും. മുഹമ്മദ് മുസ്തഫാന്റെ വാക്കൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫാനോട് സംസാരിക്കുന്ന വിഷയങ്ങൾ 100% അഖീദയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. അതാണ് ദയമായി വ്യാഖ്യാനം ശരിയാക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങനെയാന്ന് പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാം പടക്കി പൂട്ടിയിട്ട് ആൾക്കല്ലേ നല്ലത്. ഇതാണ് കാര്യം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു എന്നത് അവന്റെ വിശ്വാസം ശരിയാണ് എന്നതിന് തെളിവല്ല. മനുഷ്യനെ സമ്പന്നനാക്കുന്നു എന്നത് അവന്റെ വിശ്വാസം ശരിയായതിന്റെ തെളിവല്ല. മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നു എന്നത് മനുഷ്യന്റെ വിശ്വാസം ശരിയായി എന്നതിന് തെളിവല്ല. ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. നമ്രൂദിന് ഭക്ഷണം കൊടുത്തതും അല്ലാഹുവാണ്. ഇബ്രാഹിം നബിക്ക് ഭക്ഷണം കൊടുത്തതും അല്ലാഹുവാണ്. നമ്രൂദിന് വിശാലമായിട്ട് കൊടുത്തു, ഇബ്രാഹിം നബിക്ക് റേഷനും കൊടുത്തു. അബൂജഹലിന് വിശാലമായിട്ട് കൊടുത്തു, മുഹമ്മദ് മുസ്തഫാക്ക് റേഷനും കൊടുത്തു. അല്ലേ? അബൂജഹൽ വിരിപ്പ് വിരിച്ചിട്ട് സുഖാനുഭൂതിയോടെ സ്വർണത്തിന്റെ കിണ്ണത്തിൽ വെള്ളിയുടെ കയ്യിൽ കൊണ്ട് കഞ്ഞി കുടിച്ചു. മുഹമ്മദ് മുസ്തഫ പട്ടിണി കിടന്നു. പട്ടിണി. ആരുടെ സ്നേഹം? അല്ലാഹു തആലക്ക്. അബൂജഹലിനോടോ? എന്താണ് നാം മേനെ വെക്കേണ്ടത്? അങ്ങനെ നാം വ്യാഖ്യാനിച്ച ഇല്ല സുഹൃത്തുക്കളെ. തന്റെ ഭാര്യ മക്കൾക്ക് ജീവിക്കുന്നതിൽ കവിഞ്ഞ് സാമ്പത്തികം ഒരുത്തന്റെ കയ്യിൽ കുന്നുകൂടിയതായിട്ട് കണ്ടാൽ അവരൊരു മൂമിനാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ഒന്നിക്കൽ അള്ളാഹു അവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാളൊന്നും നടന്നിരിക്കും. വല്ലാഹി ഒരുത്തൻ സമ്പന്നനാകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമല്ല, അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഒരുത്തൻ ദരിദ്രനാകുന്നത് അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, പരീക്ഷണത്തിന്റെ ഭാഗമല്ല. ദാരിദ്ര്യം മീൻസ് മിസ്കീൻ. ഫക്കീർ മിസ്കീൻ രണ്ട് തസ്തികകളാണ്. ഫക്കീർ തരത്തിലുള്ള കാവലിനെ തേടാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫക്കീർ തരം? ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് അവന്റെ കുടുംബത്തിനും ജീവിക്കാൻ ഒരു ദിവസം 500 രൂപ വേണം. അവർക്ക് 1 രൂപ പോലും വരുമാനമില്ല. അവനാണ് ഫക്കീർ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ 500 രൂപ വേണം, പക്ഷെ 250 രൂപ കിട്ടുന്നുള്ളൂ. ബാക്കി 250 കമ്മിയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവനാണ്. അതാണ് മിസ്കീൻ. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, അല്ലാഹു മഹീനി മിസ്കീന, എന്നെ നീ മിസ്കീനായിട്ട് ജീവിപ്പിച്ചാൽ മതി പഠിച്ചവനെ. വഅമിത്നി മിസ്കീന, മിസ്കീനായിട്ട് മരിപ്പിച്ചാൽ മതി പഠിച്ചവനെ. വഹ്ശുർനി ഗദം ഫീ സുംറത്തിൽ മസാകീൻ, നാളെ മിസ്കീന്മാരെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമെന്ന്. അന്നന്ന് അധ്വാനിച്ച് കഷ്ടിച്ച് ജീവിക്കുന്നവന്റെ കൂട്ടത്തിൽ. എന്താ ഖാറൂന് കുഴപ്പം? ഖാറൂൻ മുസ്ലിം ആയിരുന്നില്ലേ? മുവഹിദായിരുന്നില്ലേ? മുഖ്ലിസായിരുന്നില്ലേ ഖാറൂൻ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീനി പ്രബോധന രംഗത്ത് തെരഞ്ഞെടുത്ത ജമാഅത്തിന്റെ അമീറായിരുന്നില്ലേ ഖാറൂൻ? 70 പേരെ തെരഞ്ഞെടുത്തു ഇസ്ലാമിക ദഅവത്തിന്റെ സഹായിയായിട്ട് പ്രവാചകൻ ഒന്നിച്ച്. ആ 70 പേർക്ക് അമീർ ഇമാറത്ത് ഖാറൂൻ ആയിരുന്നില്ലേ? മൂസാ നബിന്റെ കുച്ചാപ്പാന്റെ മോനല്ലേ ഖാറൂൻ? എന്താണ് ഖാറൂന് കുഴപ്പമുണ്ടായിരുന്നത് തുടക്കത്തിൽ? അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസാ നബിന്റെ ഖൗമിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ. ദരിദ്രനായിരുന്നു. അന്നന്ന് കഞ്ഞി കാച്ചി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത ആളായിരുന്നു. ജീവിക്കാൻ വീട്, താമസിക്കാൻ നല്ല വീടില്ല.
ചിലപ്പോൾ അരപ്പട്ടിണി, ചിലപ്പോൾ മുക്കാപ്പട്ടിണി, മക്കളുണ്ട്, ഭാര്യയുണ്ട്. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിരന്തരമായി അയാൾ അപേക്ഷിക്കും, അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യ് ഞങ്ങളെ. എന്ന ഖാറൂന്റെ കണക്ക് അങ്ങനെയും കിട്ടൂല. അള്ളാഹ് പറഞ്ഞു ആ കണക്ക്, വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. നിശ്ചയം ഖാറൂൻ മൂസ നബിയുടെ ഖൗമിൽപ്പെട്ടവനായിരുന്നു, പക്ഷെ അവൻ പിഴച്ചുപോയി. ഫബഗാ അലൈഹി, അവൻ അപകടം പിടിച്ചുപോയി, അവനെ വഴിമാറിപ്പോയി. വഴിമാറാൻ കാരണം സമ്പത്തായിരുന്നു. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ. മുഴുവൻ സമുദായങ്ങൾക്കും ഓരോ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ കുഴപ്പം സമ്പത്താണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ. വല്ലാഹി മാ അഖ്ശ അലൈക്കുമുൽ ഫഖറ വലാകിന്നി അഖ്ശ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത അലാ മൻ കാന ഖബലകും ഫതനാഫസുഹാ കമാ തനാഫസുഹാ ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും. അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, മാ അഖ്ശ അലൈക്കുമുൽ ഫഖർ, എന്റെ സമുദായം ഫക്കീറന്മാരായി പോകുന്ന കാര്യത്തിൽ എനിക്ക് പേടിയില്ല. ഇല്ലായ്മ എന്റെ സമുദായത്തിന് സംഭവിച്ചു പോകുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്ന് വെച്ചാൽ പ്രവാചകന്റെ റിസാലത്തിനെ നാവ് കൊണ്ടാ പറയുന്നത്, ഇല്ലായ്മ ഒരിക്കലും ഈ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയുകയില്ല, തീർച്ച. വലാകിന്നി അഖ്ശ, എങ്കിലും ഞാൻ ഭയപ്പെടുന്നത് അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, ഭൗതിക വിഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ വിശാലമായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫതനാഫസുഹാ കമാ തനാഫസു കമാ ബുസിതത അലാ മൻ കാന ഖബലകും, നിങ്ങളുടെ പൂർവികന്മാരുടെ കയ്യിൽ, ബനു ഇസ്രായേലിന്റെ കയ്യിൽ ഭൗതിക വിഭവങ്ങൾ വിശാലമായി വന്നു ചേർന്നതുപോലെ നിങ്ങളുടെ കയ്യിലും വന്നു ചേരുമെന്ന് ഞാൻ പേടിക്കുന്നു. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, ഭൗതിക വിഭവങ്ങൾ കയ്യിൽ ശേഖരിക്കാൻ അവർ മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, അങ്ങനെ അവർ നശിച്ചതുപോലെ ആ വിഷയത്തെ നിങ്ങളും നശിച്ചു പോകുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കേണ്ട ഈ സമുദായത്തെ, വല്ലാഹി പേടിപ്പിക്കേണ്ട. ജൂതനസറാക്കൾ മുസ്ലിം ഉമ്മത്തിനെ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. നിലവിലുള്ള മതേതര ഭരണകൂടങ്ങളും ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് സമുദായത്തെ. ഇല്ല, ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. ദാരിദ്ര്യം മുഅ്മിനീങ്ങൾക്ക് പേടിക്കുന്ന വസ്തുവല്ല. ദാരിദ്ര്യം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം ശുക്രിന്റെ കാര്യമാണ്. അതേസമയം സാമ്പത്തികമായ വർധന ഈ ഉമ്മത്തിന് അപകടമാണ്. ഏത് കാലഘട്ടത്തിൽ. രണ്ട് സമ്പന്നന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു പരിശുദ്ധ ഖുർആനിൽ. രണ്ട് സമ്പന്നന്മാരെ സംബന്ധിച്ച്, ഒരു മുസ്ലിമായ സമ്പന്നൻ, വേറൊരു മുശ്രിക്കായ സമ്പന്നൻ. മുശ്രിക്കായ സമ്പന്നന് ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു, മുസ്ലിമായ സമ്പന്നന് പരീക്ഷ കൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. മുസ്ലിമായ സമ്പന്നൻ തോറ്റു പരീക്ഷണത്തിൽ, മുശ്രിക്കായ സമ്പന്നനും തോറ്റു. ശിക്ഷ പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടി വന്നു. മുസ്ലിമായ സമ്പന്നൻ ഖാറൂനാൻ, മുശ്രിക്കായ സമ്പന്നൻ അബൂലഹബാൻ. രണ്ട് സമ്പന്നന്മാരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് ഖുർആൻ ശരീഫിൽ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാലുഹു വമാ കസബ്. മുശ്രിക്കായ സമ്പന്നനായിരുന്നു അബൂലഹബ്. ഒരു ഗുണവും അവന്റെ സമ്പത്ത് ചെയ്തില്ല. മാ അഗ്ന അൻഹു മാലുഹു, അവന്റെ മുതൽ അവനിക്ക് ഉപകരിച്ചില്ല. വമാ കസബ്, അവന്റെ മക്കളും പ്രതാപവും ഒന്നും അവനിക്ക് ഉപകരിച്ചില്ല. അല്ലാഹു പറഞ്ഞു. ചരിത്രം നമുക്കറിയാം. അതേപോലെ തന്നെ അല്ലാഹു തആല മുസ്ലിമായ ഒരു സമ്പന്നൻ ഖാറൂൻ, സമ്പത്ത് കൊടുത്തുകൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിച്ചു. പരീക്ഷണത്തിൽ അവൻ ദയനീയമായി തോറ്റു. അബൂലഹബ് ഒടുങ്ങിയതുപോലെ അവനും ഒടുങ്ങി. ഇല്ലേ? എത്ര സമ്പത്ത് വഅതൈനാഹു മിനൽ കുനൂസ്, ഖാറൂന് നാം നൽകി, വലിയ വലിയ നിധികൾ നൽകി, സ്വർണത്തിന്റെ നിധികൾ, സ്വർണത്തിന്റെ കട്ടികൾ. മിനൽ കുസു മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉൽ ഖുവ. ശരി, ഇൻഷാ അല്ലാഹ്. എത്ര കൊടുത്തു? മാ ഇന്ന മഫാത്തിഹു, ഖാറൂൻ സമ്പാദിച്ച സമ്പത്തുകൾ സൂക്ഷിച്ചു വെച്ച ഖസനാവുകൾ പൂട്ടുന്ന താക്കോലിന്റെ എണ്ണം. ഇങ്ങനെ പറഞ്ഞ കണക്ക് താക്കോലുകൾ എണ്ണം. മാ ഇന്ന മഫാത്തിഹു, സൂറത്തുൽ ഖസസ്. മാ ഇന്ന മഫാത്തിഹു, ഖാറൂന്റെ പണം സൂക്ഷിച്ചു വെച്ച ഖജനാവുകളുടെ പൂട്ടിയിട്ട താക്കോലിന്റെ എണ്ണം. പിന്നെ സമ്പത്ത് നിങ്ങൾ ബാക്കിയാണ് കൂട്ടിക്കൊള്ളും. കമ്പ്യൂട്ടറൊക്കെ നിങ്ങളുടെ കയ്യിലില്ല, എൻ്റെ കയ്യിലല്ലോ. എനിക്ക് പോയിട്ട് യാതൊരു ഇൽമുമില്ല.
ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ, ശക്തന്മാരായ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതിശയോക്തി പറയേണ്ട ആവശ്യം അല്ലാഹ്ക്കില്ല. മഖ്ലൂക്കിനെ ബോധിപ്പിക്കാൻ ഖാലിഖിന് അതിശയോക്തി പറയേണ്ട, അത് രാഷ്ട്രീയക്കാരെ പരിപാടിയാണ് അതിശയോക്തി. മഖ്ലൂക്കിനെ തൃപ്തിപ്പെടുത്താൻ അതിശയോക്തി പറയുക, ഖാലിഖിന് മഖ്ലൂക്കുകൾ വരുമ്പോൾ അതിശയോക്തി വേണ്ട. കാരണം ഖാലിഖ് പറയുന്ന വാക്കുകൾ ഏറ്റെടുക്കാൻ ശക്തമായി നിൽക്കാൻ അല്ലാഹു തആല ഖൽബിനെ പഠിച്ചത് റബ്ബുൽ ഖുലൂബ് അല്ലാഹുവാണ്, ഖൽബിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഖൽബിൽ ഒരു വിഷയം ഇട്ട് കൊടുക്കാൻ അല്ലാഹ്ക്ക് അതിശയോക്തി പറയേണ്ടിയില്ല. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, ഇവിടെ എന്താണ് വിഷയം? ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അല്ലാഹു തആല ആദർശത്തെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യ പൂർത്തീകരണത്തിനുള്ള വിഭവങ്ങൾ സമാഹരിക്കുമ്പോൾ ആദർശവുമായി ഒരു ബന്ധമുണ്ടാക്കണ്ട. തലബുദ്ദുന്യാ ബി അമലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി വെച്ച അമൽ ഉപയോഗിച്ച് ദുനിയാവ് തേടണ്ട. അത് അപകടമാണ്, ഇഖ്ലാസിനെതിരാണ്. ആഖിറത്തിന് വേണ്ടി വെച്ച അമൽ വെച്ചിട്ട് ദുനിയാവ് തേടുക. ഞാൻ മുവഹിദായപ്പോൾ, ഞാൻ തൗഹീദുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ കച്ചവടത്തിന് ഭയങ്കര ലാഭം. അപ്പൊ ക്രിസ്ത്യാനിക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടിയതോ? ഹിന്ദുവിന് കച്ചവടത്തിൽ ലാഭം കിട്ടിയതോ? തൗഹീദിന്റെ പ്രബോധനമായതുകൊണ്ടോ? ഒരു ജൂതന് കച്ചവടത്തിൽ ലാഭം കിട്ടിയതോ? തൗഹീദിന്റെ പ്രബോധനമായതുകൊണ്ടോ? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മുസ്ലിം കച്ചവടം ചെയ്താലും ലാഭം കൊടുക്കുന്നവനല്ല, ക്രിസ്ത്യാനി കച്ചവടം ചെയ്താലും ലാഭം കൊടുക്കുന്നവനല്ല, ജൂതൻ കച്ചവടം ചെയ്താലും ലാഭം കൊടുക്കുന്നവനല്ല, നിരീശ്വരവാദി കച്ചവടം ചെയ്താലും ലാഭം കൊടുക്കുന്നവനല്ല. ഇവരാരും രാവിലെ സുബഹിച്ചിട്ടല്ല ദുബൈയിലേക്ക് വന്നത്. അപ്പൊ പിന്നെ നമുക്ക് മാത്രം സുബഹിച്ചിട്ട് വന്ന കച്ചവടത്തിന് ലാഭം, മറ്റുള്ളവർക്ക് സുബഹിക്കാണ്ട് വന്നാൽ ലാഭം, അതെന്തൊരു പരിപാടിയാണ്? അങ്ങനെ ഇല്ല സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. അതുകൊണ്ട് ഈമാന്റെ ഗുണമായിട്ട് ദുനിയാവ് കിട്ടിയെന്ന് പറയണ്ട. ഇല്ല, വല്ലാഹി അങ്ങനെ ഏർപ്പാടില്ല. ബറക്കത്തിനെ നാം ദുനിയാവായിട്ട് കാണണ്ട. ബറക്കത്ത് വേറെ, നിഅമത്ത് വേറെ. ബറക്കത്ത് വേറെ, നിഅമത്ത് വേറെ. ബറക്കത്ത് ആകാശത്തിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. നിഅമത്ത് എല്ലാവർക്കും വേണ്ടി ഭൂമിയിൽ നിന്ന് കിട്ടേണ്ടതാണ്. നിഅമത്തിന് പ്രത്യേക വ്യവസ്ഥകളില്ല, ബറക്കത്തിന് വ്യവസ്ഥകളുണ്ട്. ബറക്കത്തിന് ഈമാൻ ഷർത്താ, ബറക്കത്തിന് ഈമാൻ ഷർത്താ. നിഅമത്തിന് ഈമാൻ ഷർത്തില്ല. ബറക്കത്ത് ആകാശത്തിൽ ഇറങ്ങേണ്ടതാണ്. ഫതഹിന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹിന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഈമാനും തഖ്വയും ഉള്ളവർക്ക് ബറക്കത്തിന്റെ കവാടം തുറന്നു കൊടുക്കും അല്ലാഹ്. അതില്ലാത്തവർക്കോ അതും പറഞ്ഞിട്ടുണ്ടല്ലോ, വലമ്മ നസൂ മാ ദുക്കിറു ബി ഫലമ്മ നസൂ മാ ദുക്കിറു ബിഹി ഫതഹിന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഹത്താ ഇദാ ഫരിഹു. എത്ര വാക്കാ! മുഅ്മിനീങ്ങൾക്ക് എത്ര സന്തോഷമാണ് അക്കാര്യത്തിൽ. ഫലമ്മ നസൂ മാ ദുക്കിറു ബി, അല്ലാഹുവിനെ അവർ മറന്നപ്പോൾ, അല്ലാഹുവിനെ അവർ തള്ളിയപ്പോൾ, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് അവർ മാറിയപ്പോൾ അല്ലാഹു തആല എന്താ അവർക്ക് ചെയ്തു കൊടുത്തത്? അവരെ പിടിച്ച് ശിക്ഷിക്കല്ല, പട്ടിണി നിർത്തല്ല ചെയ്തത്. പിന്നെ ഫതഹിന അലൈഹിം, അവർക്ക് അല്ലാഹ് തുറന്നു കൊടുത്തു അബ്വാബ കുല്ലി ഷൈ, മുഴുവൻ വസ്തുക്കളെയും കവാടം അല്ലാഹു തആല തുറന്നു കൊടുത്തു. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? എങ്ങനെ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? അപ്പൊ അങ്ങനെ നാളെ മുതൽ നമുക്ക് അല്ലാഹുവിനെ ചീത്ത വരാൻ തുടങ്ങാം. അപ്പൊ ദുനിയാവ് കിട്ടും. ഖുർആനാണ്. ഫലമ്മ നസൂ മാ ദുക്കിറു ബി ഫതഹിന അലൈഹിം അബ്വാബ കുല്ലി ഷൈ. അവർ അല്ലാഹുവിനെ മറന്നപ്പോൾ, അല്ലാഹുവിന്റെ ആജ്ഞകളെ അവർ തള്ളിയപ്പോൾ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അവർ വിസ്മരിച്ചപ്പോൾ അല്ലാഹു തആല പകരം അവർക്ക് കൊടുത്തതെന്തറിയോ? ഫതഹിന അലൈഹിം അബ്വാബ കുല്ലി ഷൈ, മുഴുവൻ വസ്തുക്കളെയും കവാടം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. എത്രത്തോളം? ഹത്താ ഇദാ ഫരിഹു, ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കുവോളം, സുഖിച്ച് തിമർത്ത് ജീവിക്കുവോളം, ആർത്തിയും അലച്ചയും തീർത്ത് ജീവിക്കുവോളം അവർക്ക് വസ്തുക്കളെ കവാടം തുറന്നു കൊടുത്തു. അങ്ങനെ ഇരിക്കവേ നമ്മുടെ ഫഹഖ അലൈഹൽ ഖൗൽ, അതോടുകൂടി നമ്മുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കലായി. പരമാവധി സുഖിച്ചപ്പോൾ നാം എന്ത് ചെയ്യും? അല്ലാഹു തആല പറഞ്ഞു, വഇദാ അറദിനാ അൻ നുഹ്ലിക ഖർയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. അല്ലാഹു തആല പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ, തീർച്ചയായിട്ടും ഒരു രാജ്യക്കാർ, ഇദാ അറദിനാ അൻ നുഹ്ലിക ഖർയ, ഒരു രാജ്യത്തെ തകർത്ത് കളയാൻ ഞാൻ തീരുമാനിച്ചാൽ, ഒരു നാട്ടിനെ നശിപ്പിച്ചു കളയാൻ ഞാൻ തീരുമാനിച്ചാൽ, അമർനാ മുത്രഫീഹാ, സുഖലോലുപന്മാരെ കയ്യിൽ നാം ആ രാജ്യത്തിന്റെ അധികാരം നൽകുന്നതാണ്. അമർനാ മുത്രഫീഹാ, മുത്രഫ് സുഖലോലുപൻ. സുഖിച്ച് ആർഭാടവും ആർത്തിയും അലച്ചയും തീർത്ത് ജീവിക്കുന്നവരുടെ കയ്യിൽ നാം ആ രാജ്യത്തിന്റെ അധികാരം കൊടുക്കുന്നതാണ്. ഫഫസഖൂ ഫീഹാ, അങ്ങനെയാ സുഖിച്ച് അവർ തോന്നിയവാസികളായി ജീവിക്കുമ്പോൾ ഭരണകൂടം, ആ അധികാരികൾ, ആ നേതൃത്വത്തിൽ വന്നവർ, ആ മുത്രഫുകൾ
അമർനാ മുത്രഫിഹാ ഫഫസഖു ഫീഹാ ഫഹഖ അലൈഹൽ ഖൗൽ. അങ്ങനെ സുഖത്തിന്റെയും ആർഭാടത്തിന്റെയും ആർത്തിയുടെയും അലച്ചയുടെയും പൂർണ്ണതയിലെത്തുമ്പോൾ ഫഹഖ അലൈഹൽ ഖൗൽ, നമ്മുടെ നടപടി നാം ആ നാട്ടിന്റെ മേൽ നടത്തും. ഫദമ്മർനാഹാ തദ്മീറ, ആ നാട്ടിനെ ഞാൻ തകിടുപൊടിയാക്കി കളയുന്നു. അല്ലാഹു തആല ഖുർആനല്ലേ സുഹൃത്തുക്കളെ, സഹോദരന്മാർ, മനസ്സിലാക്കാൻ ഇതിൽ കവിഞ്ഞ് എന്ത് വേണം മുഅ്മിനീങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ബാക്കി വിശദമായ രീതിയിൽ ഇതേപോലെ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പറയാം. അള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്, വരുമല്ലോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്ന വിഷയം, അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ 2 ആദരവുകളിൽ ഒന്നാമത്തെ ആദരവ് ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കാനുള്ള യോഗ്യതയായി ഖിലാഫത്തിനെ പരിഗണിച്ചു എന്നതാണ്. രണ്ടാമത്തെ യോഗ്യത ഹിദായത്താണ്. എന്താണ് ഹിദായത്ത്? അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖിലാഫത്തിൽ നിന്ന് ഹിദായത്ത് വേർപിരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഇതേപോലെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രകാശിക്കുന്ന ഈമാൻ അള്ളാഹു നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർളുമായ അമലുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ താക്കത്തും കുവ്വത്തും ഉള്ളതാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, പേരറിയുന്നതും അറിയാത്തതുമായ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ ചിലർ ആശുപത്രികളിലാണ്, ചിലർ വീടുകളിലാണ്. കുഞ്ഞു കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു അവരിൽ നിന്ന് തിരിച്ചെടുത്ത ആഫിയത്ത് ഔദാര്യം കൊണ്ട് മടക്കി കൊടുക്കുകയും മരിക്കുന്നവരെ നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്കിത്രയും രോഗങ്ങളൊന്നും വരാതെ കരുണയുള്ള അള്ളാഹ് കാക്കുകയും നമുക്ക് അള്ളാഹു ഓശാരമായി തന്ന ആഫിയത്ത് ഒരു പോറൽ ഏൽക്കാതെ മരിക്കുന്നവരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ബർസഖിൻ്റെ ലോകത്താണ്. ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല സന്തോഷത്തിലാണ്. മറ്റ് ചിലർ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിൽ പ്രയാസത്തിലും വിഷമത്തിലുമാണ്. അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്നവരെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിലെത്തിയാൽ അവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും തൗഹീദിൻ്റെ രേഖകൾ പരിശോധിച്ച് അള്ളാഹു അവൻ്റെ അടുത്ത് കാലാകാലം കഴിയുന്ന അയൽവക്കക്കാരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താനും എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് പൂർത്തിയാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.